മലയാളത്തിൽ ആധുനികതാ പ്രസ്ഥാനമെന്നോ ആധുനികതാവാദമെന്നോ ഒക്കെ നാം വിളിച്ചു പോരുന്ന മോഡേണിസ്റ്റ് കാവ്യ സംസ്കൃതിയുടെ ഒരു ലോകത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ 3-4 പതിറ്റാണ്ട് കാലം അതിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുകയും ഒരുപക്ഷെ നമ്മുടെ മോഡേണിസ്റ്റ് കാവ്യ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വൈവിധ്യപൂർണമായ, ഏറ്റവും സർഗാത്മകമായ, ഏറ്റവും രൂപപരവും ആവിഷ്കാരപരവുമൊക്കെയായ പരീക്ഷണങ്ങൾ ധാരാളമായി നടത്തിയ, ഒരുപക്ഷെ കവിതയെക്കുറിച്ചുള്ള ആലോചനയെ ആകാവുന്നത്ര അതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയ ഒരു കവി കൂടിയാണ് അയ്യപ്പ പണിക്കർ സാർ. അതുകൊണ്ട് പണിക്കർ സാറിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കവി എന്ന നിലയിലല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കാലാവസ്ഥയെ നമ്മുടെ ഭാഷയുടെ കാവ്യചരിത്രത്തിൽ രൂപപ്പെടുത്തിയ ഒരു വലിയ കവി എന്ന നിലയിൽ കൂടി നമ്മൾ കാണണം. വലിയ കവികൾ നമുക്കുണ്ട്, പക്ഷെ അവരെല്ലാം ഇങ്ങനെ ചെയ്ത ആളുകളല്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശാന്തൻ പറഞ്ഞു, ഏത് തരത്തിലുള്ള കാവ്യപരമായ പ്രവൃത്തികളെയും ഉൾക്കൊള്ളാനുള്ളൊരു സന്നദ്ധതയും അത് പ്രകാശിപ്പിക്കാനുള്ളൊരിടവും പുതിയ കവികൾക്ക് നിലനിൽക്കാനുള്ള ഒരു അടിത്തട്ടുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന വലിയ ഒരു ഭൗതികമായ ഇടപെടലും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പണിക്കർ സാറിൻ്റെ കവിതകളെ മുൻനിർത്തിയുള്ള ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ മുതിരുന്നത്. അത് വളരെ വിപുലമായൊരു പ്രമേയമാണ്. ഞാൻ അതിൻ്റെ ഒരു രൂപരേഖ അവതരിപ്പിക്കാനേ മുതിരുന്നുള്ളൂ. അത് ആധുനികതാവാദം എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആധുനികതാ പ്രസ്ഥാനം എന്നൊക്കെ പല പേരുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു സാഹിതീയ കലാപ്രസ്ഥാനത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ രാഷ്ട്രീയ സ്വരൂപത്തെ സംബന്ധിച്ചാണ്. ഇത് പണിക്കർ സാറിൻ്റെ കവിതയെ സംബന്ധിച്ച് പ്രത്യേകമായൊരു പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളെ രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ സാമൂഹിക ജാഗ്രത ഇല്ലാത്ത കവിതകളോ എന്നൊക്കെ ധാരാളമായിട്ട് വിലയിരുത്തുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തല പരിസരം ഉണ്ട്. അതുകൊണ്ടുകൂടി ഈ പ്രമേയത്തെക്കുറിച്ചുള്ള ആലോചന, ഇങ്ങനെ ഒരു പ്രമേയം സച്ചിമാഷാണ് എന്നോട് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രമേയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ മുതിരുന്നത്. ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക്, ആലോചനയിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കൗതുകമുള്ള ഒരു നിരീക്ഷണത്തിൽ നിന്ന് അത് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. അത് മോഡേണിസത്തിൻ്റെ ഒരു സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഉള്ളടക്കത്തെക്കുറിച്ച് വളരെ പ്രമുഖനായ ഒരു സാമൂഹ്യ ചിന്തകൻ നടത്തിയ ഒരു നിരീക്ഷണമാണ്. സിഗ്മണ്ട് ബൗമൻ എന്നു പേരായ ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം കാവ്യനിരൂപകനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം ഒരു സന്ദർഭത്തിൽ എഴുതിയ ഒരു വാക്യം വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് ഭാവുകത്വത്തെ ആകമാനം മുൻകൂറായി സംഗ്രഹിച്ച ഒരു രൂപകം മാർക്സ് എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് ആ വിശദീകരണം കൊണ്ട് തന്നെ കൗതുകം ജനിപ്പിച്ചൊരു കാര്യമാണ്. മാർക്സ് ഒരു സന്ദർഭത്തിൽ മൂലധനം ലോകത്തുണ്ടാക്കാനിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് വിവരിക്കുന്ന സമയത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അദ്ദേഹം ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ എന്നാണ്. ഖരമായതൊക്കെ ആവിയായി തീരും എന്നാണ്. മൂലധനത്തിൻ്റെ പടപാച്ചിലുകൾ എല്ലാ അതിർവരമ്പുകളെയും ഇല്ലാതാക്കും, ഉറച്ചു നിന്നതൊക്കെ ഇളകും, രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ പൊട്ടിപ്പളരും, മൂലധനം എല്ലാറ്റിനെയും തള്ളിമാറ്റി അരികുകളിലേക്ക് കൊണ്ടുപോകും, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറും. ഇങ്ങനെ വളരെ കാവ്യാത്മകമായി വിശദീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രയോഗം നടത്തുന്നത്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ, ഖരമായതൊക്കെ ആവിയായിത്തീരും എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പിന്നീട് എലിയറ്റ് 1922 അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ലാൻഡിൽ ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഈ ആശയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മട്ടിൽ ഒരു മെറ്റഫോർ വേറെയും ഉപയോഗിക്കുന്നുണ്ട്. സൺ ഓഫ് മാൻ, വാട്ട് യു നോ, മനുഷ്യപുത്ര നിനക്കെന്തറിയാം, യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്, നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം. ഒരുപക്ഷെ പുതിയൊരു കാലത്തെക്കുറിച്ചുള്ള, ബൗമൻ പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് എലിയറ്റ് എഴുതിയതും തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് യേറ്റ്സ് എഴുതിയതും ഒക്കെ അതിലേക്കെല്ലാം വഴി തുറക്കുന്ന ഒരു സൂചനയാണ് ഓൾ ദാറ്റ് ഈസ് സോളിഡ്
മെൽസ് ഇൻ ടു എയർ എന്നത്. ഒരാൾക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടാവുന്നു. ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ കവിതയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭാവുകത്വ പരിണാമത്തിൻ്റെ സൂചന കണ്ടെടുത്തുകൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന ഒരു കാര്യം, ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം, ചങ്ങമ്പുഴയ്ക്ക് ഒരു നിലപാടില്ലാത്തത് കൊണ്ട്, അദ്ദേഹം അനുദിനം നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചങ്ങമ്പുഴ ഒരു മോശപ്പെട്ട കവിയാണെന്നും ഒക്കെ വിധി തീർപ്പ് വന്നൊരു കാലമുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ഒരു യോഗം ചേർന്ന് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്ന് പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ചങ്ങമ്പുഴ ഒരു കവിത എഴുതി കേട്ടോ. അതാണ് ആ പ്രമേയം കൊണ്ടുണ്ടായ ഒരു ഗുണം. അങ്ങനെ ഒക്കെ വിമർശിക്കപ്പെട്ട സമയത്ത് കേസരി ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്ന ഒരു കവിത ഒരു പ്രബന്ധം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്കൊരു തത്വശാസ്ത്രമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഒരാൾ എന്തായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി തുടരാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല എന്നതാണ്. ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഉറച്ചു നിൽക്കാൻ ഒരിടമില്ലാതായിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാലുവെന്ത നായെ പോലെ പായുന്ന ഒരാളാണ്. ഇതൊരു കാലത്തിൻ്റെ അനുഭവഘടന മാറി വരുന്നതിൻ്റെ അടയാളമാണ് എന്ന് കേസരി വാസ്തവത്തിൽ 40കളിൽ പറയുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പാടുന്ന പിശാചിലൊക്കെ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഒരു സർറിയലിസ്റ്റ് ഭാവനയുടെ ആദ്യാങ്കുരങ്ങളെ കാണാൻ പറ്റും. ഒറ്റപ്പത്തിയിൽ 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം എന്ന് പറഞ്ഞ് ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെയുള്ള മനസ്സിനിയിലേക്ക് ബിംബകൽപ്പനകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ആധുനിക കവിതയുടെ ചില പൂർവ്വ സന്ദർഭങ്ങളെ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ കാവ്യ സംസ്കാരത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസരി നടത്തുന്ന നിരീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഏതെങ്കിലും ചില അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് ആ മൂല്യങ്ങളെ മുൻനിർത്തി ഭാവുകത്വപരമായ ചില ആധാരഘടനകളെ കണ്ടെടുക്കുകയും അവയെ മുൻനിർത്തി ജീവിതത്തെക്കുറിച്ച് പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ പ്രവർത്തനം, കലാപ്രവർത്തനം, ഭാവുകത്വപരമായ നിൽപ്പ് സാധ്യമല്ലാതായി തീർന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ മോഡേണിസ്റ്റ് കലയുടെ സന്ദർഭം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഉറച്ചതെല്ലാം ഇളകി മാറുന്നു, ഉറച്ചതെല്ലാം ആവിയായിത്തീരുന്നു എന്ന് ലോകം ആദ്യം തിരിച്ചറിയുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കവിതയിൽ പോലും അല്ല, അത് ഇംപ്രഷനിസ്റ്റ് കലയിലാണ് എന്ന് പറയാം. ഇംപ്രഷനിസ്റ്റ് കല കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം, അതുവരെ വസ്തുരൂപങ്ങൾ, ഔട്ട്ലൈനുകൾ വരച്ചിട്ട് അതിനകത്ത് വസ്തുപ്രത്യക്ഷത്തെ പരമാവധി പ്രതീതമാക്കുന്ന നിലയിലാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ വരച്ചിരുന്നതെങ്കിൽ അത് മാറുകയും ഔട്ട്ലൈനുകൾ ഇല്ലാത്ത വസ്തുപ്രത്യക്ഷത്തെ പരമാവധി വിദൂരമാക്കുന്ന ഏതാണ്ടൊരു പ്രതീതി മാത്രമായി യാഥാർത്ഥ്യം മാറുന്ന ഒരു പുതിയ രചനാ സമ്പ്രദായം ഇംപ്രഷനിസ്റ്റ് കലയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആശാന്റെ കവിതയിലും ഒരു സൂചനയൊക്കെ ഉണ്ട്. ഇളകും വനരാജി വെണ്ണിലാ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി എന്നെഴുതുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഇംപ്രഷനിസ്റ്റ് ഇമേജാണ്. വെള്ളിലാ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി. മൊണയുടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ആശാന്റെ ഈ കൽപ്പനയുടെ പൊരുൾ വളരെ കൂടുതൽ മനസ്സിലാവും. ആശാൻ ഇംപ്രഷനിസം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇതൊന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് ബോധപൂർവം ചെയ്യുന്നതൊന്നുമല്ല. മാറിവരുന്ന കാലത്തിൻ്റെ സമ്മർദ്ദം ഭാവനയിൽ പ്രവർത്തിച്ച്, ആളുകളുടെ അവബോധത്തിൽ പ്രവർത്തിച്ച് പുതിയ പ്രകാരങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ ഉറച്ചു നിൽക്കാൻ ഇടമില്ലാതായിത്തീരുന്ന ഒരു കാലത്ത് കാലുവെന്ത നായെപ്പോലെ പാഞ്ഞു പോകുന്ന, പിൽക്കാലത്ത് മലയാള കവിതയിൽ ആ ഒരു ആശയത്തെ ഏറ്റവും ഗംഭീരമായി സംഗ്രഹിച്ചത് ബാലേന്ദ്രൻ്റെ ഒരു കവിതയിലാണ്. മാപ്പുസാക്ഷിയിൽ പറയും, ഈ തട്ടകം നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു എന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പറയുകയും മൂന്നാമതൊരു കാര്യം പറയുകയും പറഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെയും എവിടേക്കോ പാഞ്ഞു പോവുകയും ചെയ്യുന്ന മട്ടിൽ നിങ്ങൾ എടുത്തെറിയപ്പെടുന്ന ഒരു പുതിയ കാലസന്ദർഭം വന്നിരിക്കുന്നു എന്നത് ആധുനികതയുടെ മോഡേണിസത്തിൻ്റെ ചരിത്രപരമായൊരു അടിസ്ഥാനമാണ്. ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 18ാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയത്തോടെ, ഫ്രഞ്ച് ജ്ഞാനോദയത്തോടെ ഒരു ദൃഢരൂപം കൈവന്ന ആധുനികതയുടെ മോഡേണിറ്റി എന്നർത്ഥത്തിൽ അതിൻ്റെ ആധാരങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരു സന്ദർഭത്തെ കൂടിയാണ് വാസ്തവത്തിൽ മോഡേണിസം
ഏറ്റെടുക്കുന്നത്, അതിൻ്റെ ലാർജർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആധുനികതയെ നമുക്ക് 3-4 അടിസ്ഥാന ഘടകങ്ങളിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്ന് വ്യക്തിയായിരുന്നു എന്ന് പറയാം. മനുഷ്യൻ എന്ന സങ്കല്പം, ആ മാനുഷികത എന്ന സങ്കല്പം, മാനുഷികതയെ മുൻനിർത്തി മറ്റെല്ലാറ്റിനെയും മനസ്സിലാക്കണം എന്ന ഒരു തോന്നൽ, മാൻ ഈസ് ദ മെഷർ എന്ന പഴയ പ്രൊട്ടഗോറസിൻ്റെ പ്രമാണവാക്യം സമസ്തവും വിശദീകരിക്കാൻ പര്യാപ്തമായ ഒരു അടിസ്ഥാന പ്രമാണമായി മാറുന്നത് ഒക്കെ 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ എന്നൊരു കേന്ദ്ര തത്വം, അതുപോലെ പഴയ രാജവാഴ്ചയ്ക്ക് പകരം ജനാധികാരത്തിൻ്റെ പുതിയ രൂപങ്ങൾ, നേഷൻ സ്റ്റേറ്റ്സ് എന്ന് നാം വിളിക്കുന്ന പുതിയ ദേശരാഷ്ട്രങ്ങളുടെ വരവ്, ദൈവാധികാരത്തിനും മതവിശ്വാസത്തിനും പൗരോഹിത്യത്തിനും പകരം യുക്തിക്കും ശാസ്ത്രത്തിനും കൈവന്ന പ്രാധാന്യം, കാർഷികമായ സാമൂഹിക സാമ്പത്തിക ഉൽപാദനത്തിന് പകരം വ്യാവസായികമായ സാമ്പത്തിക ഉൽപാദനം, യുക്തിബോധത്തിന് കൈവന്ന വലിയ പ്രാമുഖ്യം, ഇങ്ങനെ നിരവധി ഘടകങ്ങളെ മുൻനിർത്തി ഒരു പുതിയ ജീവിത വ്യവസ്ഥയും ഒരു പുതിയ അവബോധ ഘടനയും ഏതാണ്ട് 19-ാം നൂറ്റാണ്ടോടെ നിലവിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് യാഥാർത്ഥ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു സൂക്ഷ്മപ്രകൃതമാണ് എന്ന് മനുഷ്യർ കരുതിയിരുന്ന കാലത്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉള്ളിൽ പല പല ചിതറലുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ മിഷേൽ ഫൂക്കോ ആധുനികതയ്ക്കുള്ളിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ആധുനികതയെ വിമർശനാത്മകമായി നോക്കിയ 3 ആളുകളെ കണ്ടെത്തുന്നുണ്ട്. അതിലൊന്ന് മാർസാണ്, മറ്റൊന്ന് ഫ്രോയിഡാണ്, മൂന്നാമതൊരാൾ നീഷയാണ്. മാർസ് വ്യാവസായിക മുതലാളിത്തം എന്ന് ആ വ്യവസ്ഥയ്ക്കുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ പുറത്തു കൊണ്ടുവരികയും ലാഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ന്യൂട്രലായിട്ടുള്ള എക്കണോമിക് കാറ്റഗറി അല്ല, മറിച്ച് വളരെ ചൂഷണാത്മകമായ ഒരു സാമ്പത്തിക സമ്മർദ്ദമാണ് എന്ന് സ്ഥാപിക്കുകയുമാണ് മാർക്സ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ രസമുള്ളൊരു നിരീക്ഷണമുണ്ട്. അക്കാലം വരെ ലാഭം ഒരു ന്യൂട്രൽ കാറ്റഗറി ആയിരുന്നു. മാർക്സ് ഒരു ചോദ്യം അതേക്കുറിച്ച് ചോദിച്ചു, ഈ ലാഭം ആരുടെ നഷ്ടമാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ലാഭം ആരുടെ നഷ്ടമാണെന്ന് ചോദിക്കുന്നതോടെ ലാഭം ഒരു എക്കണോമിക് കാറ്റഗറി മാത്രമല്ലാണ്ടാവുന്നു, അതൊരു എത്തിക്കൽ കാറ്റഗറിയാണ്. വളരെ പ്രധാനപ്പെട്ട ഷിഫ്റ്റാണ്. അതുവരെ അത് സാമ്പത്തിക സമ്പർക്കമായിരുന്നു. ഈ ചോദ്യത്തോടെ അതൊരു നൈതിക പ്രശ്നമായി മാറുകയും ലോകത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ വരികയും ചെയ്യുന്നു. മറ്റൊന്ന് ഫ്രോയിഡിൻ്റെ ഇടപെടലായിരുന്നു. ഫ്രോയിഡാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആധുനികതയുടെ അന്നും ഇന്നും പ്രബലമായി തുടരുന്ന ആധാരശിലയെ ആദ്യം ഇളക്കിയത്. ഫ്രോയിഡിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് കേസരി പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നത് പരസ്പര ബന്ധമൊന്നുമില്ലാത്ത വികാര വിചാരങ്ങളുടെ വ്യവസ്ഥാരഹിതമായ കൂട്ടിക്കെട്ടലാണ്. അല്ലാതെ ഏകീകൃതവും സുദൃഢവും ശാശ്വതവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതുമായ ഒന്നും മനുഷ്യൻ എന്ന സങ്കല്പത്തിലില്ല. ഇതൊരു കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു നിർമ്മിത സാമഗ്രിയാണ് എന്ന നിലയിലുള്ള ഒരു മനുഷ്യ സങ്കല്പത്തിൻ്റെ അഴിച്ചുപണി ഫ്രോയിഡ് നടത്തുന്നുണ്ട്. നീഷയെ പോലെ ഒരാളാകട്ടെ യുക്തിയും സത്യവും എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഭാഷാപരമായ ഒരു കാര്യമാണ്. ട്രൂത്ത് ഈസ് എ മൊബൈൽ ആർമി ഓഫ് മെറ്റഫേഴ്സ് എന്ന് അദ്ദേഹം ഒരിടത്ത് എഴുതുന്നുണ്ട്. ഒരു രൂപകങ്ങളുടെ ഒരു പടനീക്കമാണ് സത്യം എന്ന് പറഞ്ഞ് സത്യത്തിൻ്റെ സത്യാത്മകതയെ ഭാഷാപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയും ഒരു വസ്തു എന്ന് പറയുന്നത് ആ വസ്തു ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളെ ഒരു വാക്കുകൊണ്ട്, ഒരു സങ്കല്പനം കൊണ്ട് നാം സംഗ്രഹിക്കുന്നത് വഴിയാണ് വസ്തു ഉണ്ടാകുന്നത്. വസ്തു സത്ത എന്ന് പറയുന്നത് വസ്തു സത്തയല്ല. എ തിങ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഇറ്റ്സ് എഫക്ട്സ് യൂണിഫൈഡ് ബൈ എ കൺസെപ്റ്റ് എന്നൊരിടത്ത് നീഷെ പറയുന്നുണ്ട്. ഒരു സങ്കല്പനം കൊണ്ട് പ്രഭാവങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചു കഴിയുമ്പോൾ അത് ഒരു വസ്തുരൂപം ആർജിക്കുകയാണ് അവബോധത്തിൽ എന്ന് നീഷെ പറയുന്നു. ഞാനിത് ശരിയോ തെറ്റോ എന്ന് പറയല്ല, മറിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 ആധാരങ്ങളും ഇളകി. അതിൻ്റെ ഭൗതിക അടിസ്ഥാനമായ വ്യാവസായികത, അതിൻ്റെ സാമൂഹിക ആധാരമായ വ്യക്തി, അതിൻ്റെ ജ്ഞാനശാസ്ത്രപരമായ സത്യാത്മകതയുടെ അടിസ്ഥാനമായ യുക്തിബോധം, ഇത് 3 ഇളകുകയും ഈ ഇളകി മാറുന്ന ലോകം കലയിലും സാഹിത്യത്തിലുമൊക്കെ പല പ്രവണതകളായിട്ട് തെളിയാൻ തുടങ്ങുകയും സിംബലിസ്റ്റുകൾ ഒരു നിലയ്ക്ക്, ഇമേജിസ്റ്റുകൾ മറ്റൊരു നിലയ്ക്ക് ഒക്കെ ആവിഷ്കരിക്കുകയും 1-2 ലോകയുദ്ധങ്ങൾക്കിടയിൽ അത് മറ്റൊരു പ്രകാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സാമൂഹികമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ ലോകത്തെക്കുറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള ധാരണകളിൽ വന്ന വമ്പിച്ച ശൈഥില്യമാണ് വാസ്തവത്തിൽ മോഡേണിസത്തിൻ്റെ
വലിയ അടിസ്ഥാനമായിരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മോഡേണിസ്റ്റ് ചർച്ച ഏറെക്കുറെ ഇക്കാര്യങ്ങളെല്ലാം കൈയൊഴിയുകയും മോഡേണിസത്തെക്കുറിച്ച് മോഡേണിസ്റ്റ് നിരൂപകന്മാർ പറഞ്ഞുണ്ടാക്കിയ ചില പ്രമേയങ്ങളിൽ കെട്ടിത്തളയുകയും ചെയ്തു. അതില്ലാത്തൊരു കാര്യമൊന്നുമല്ല, അസ്തിത്വത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു. പക്ഷെ അസ്തിത്വ പ്രശ്നം എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ മോഡേണിസത്തിന്റെ ചരിത്രത്തിന്റെ അതിദീർഘമായ അതിൻ്റെ വൈവിധ്യപൂർണമായ പ്രതലങ്ങളിലെ ഒരു പ്രതലം മാത്രമാണ്. മനുഷ്യാസ്തിത്വം സ്വയമേവ പൂർണ്ണമല്ല. എക്സിസ്റ്റൻസ് പ്രസീഡ്സ് എസൻസ് എന്ന് സാർത്തർ പറയും. സത്തയ്ക്ക് മുമ്പേ അസ്തിത്വമുണ്ട്. അതുകൊണ്ട് അസ്തിത്വം അതിൻ്റെ പ്രാഥമികാവസ്ഥയിൽ ശൂന്യമാണ്. അതിന് അർത്ഥം നിറയ്ക്കണം. വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ അസ്തിത്വത്തെ അർത്ഥപൂർണമാക്കണം. അർത്ഥപൂർണമാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ കാമുവിന് സംശയം ഉണ്ടായിരുന്നു. വിശ്വാസം കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ കഴിയുക എന്ന് കീർക്കഗോറും കാളിയാസ്പേഴ്സും ഒക്കെ കരുതിയിരുന്നു. മറിച്ച് സാമൂഹികമായ പ്രവൃത്തിയാണ്, പ്രാക്സിസ് ആണ് അസ്തിത്വത്തിന് അർത്ഥം നൽകുക എന്ന് സാർത്തറും ഒക്കെ കരുതിയിരുന്നു. അങ്ങനെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ലാർജർ ക്വസ്റ്റ്യൻസ് ഉയർത്തുകയും അതിനെ പല നിലയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തൊരു സൈദ്ധാന്തിക പ്രവണതയായിട്ട് അസ്തിത്വവാദം മോഡേണിസത്തോട് ചേർന്ന് പോകുന്നുണ്ട്. എങ്കിലും അതുമാത്രമായി നമുക്ക് മോഡേണിസത്തെ ചുരുക്കി കാണാനൊന്നും കഴിയില്ല. വാസ്തവത്തിൽ മോഡേണിസം വളരെ വൈവിധ്യപൂർണമായ, അങ്ങേയറ്റം വൈവിധ്യപൂർണവും പലപ്പോഴും വൈരുദ്ധ്യപൂർണവുമാണ്. ഇപ്പൊ മോഡേണിസ്റ്റുകൾ ഈ ആധുനികതയുടെ തകർച്ച, മോഡേണിറ്റിയുടെ ക്രൈസിസ് എങ്ങനെയാണ് ആധുനികരിൽ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ ആ ക്രൈസിസിനെ ഒരു ഹൈ മോഡേണിസം എന്നോ പൊളിറ്റിക്കൽ മോഡേണിസം എന്നോ ഒക്കെ വിളിക്കുന്ന മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യാധിനിവേശത്തിൻ്റെയും സന്ദർഭങ്ങൾക്കെതിരായൊരു കലാപമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബ്രെറ്റിനെ പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റേ സെസാർ വൈഹോവിനെ പോലെ ഒരാളോ നിക്കോനാർ പാറയെ പോലെ ഒരാളോ ഒക്കെ അങ്ങനെ അതിനൊരു പൊളിറ്റിക്കൽ എഡ്ജ് നൽകിക്കൊണ്ട് മോഡേണിസത്തെ ഒരു മാർക്സിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് മോഡേണിസത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൈക്കോസ്കിയെ നമുക്ക് ആ കൂട്ടത്തിൽ കാണാം, നെരൂദയെ നമുക്ക് ആ കൂട്ടത്തിൽ കാണാം, അങ്ങനെയൊക്കെ കാണാം. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ മോഡേണിസത്തിന്റെ വലിയ പ്രതീകങ്ങളായി മാറിയ കവികൾ ഫാഷിസ്റ്റുകളായി. എസ്രാ പൗണ്ട് ഫാഷിസ്റ്റായി. എസ്രാ പൗണ്ട് അദ്ദേഹം ലണ്ടനിൽ നിന്ന് ജർമ്മനിയിൽ പോയി ജർമ്മൻ റേഡിയോയിൽ ഫാഷിസത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളായി മാറി. മോഡേണിസത്തിലെ ഏറ്റവും വലിയ പ്രവണതയായിരുന്നു ഫ്യൂച്ചറിസം. ഫ്യൂച്ചറിസത്തെക്കുറിച്ച് അതിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ മാരിനെറ്റി മുസോളിനിയുടെ വലിയ പിന്തുണക്കാരനായിരുന്നു. വിൻഡാം ലൂയിസ്, അദ്ദേഹം ഫാഷിസത്തോടൊപ്പം നിന്ന ആളുകളാണ്. അതായത് മോഡേണിറ്റിയുടെ ക്രൈസിസ് രണ്ടറ്റങ്ങളിലേക്കും പോയി. ഒന്ന് അത് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് എക്സ്ട്രീം റൈറ്റ് പൊസിഷൻ എടുക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ചിത്രകലയിൽ നോക്കിയാൽ മോണയെ പോലെ ലോത്രയെ പോലെയൊക്കെയുള്ള ആളുകൾ യൂറോപ്യൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ഭാവന ഉണ്ടാക്കാനാണ് മോഡേണിസ്റ്റ് കലയിൽ ശ്രമിച്ചതെങ്കിൽ പിക്കാസോയും ഗൊഗോനും ഒക്കെ ആഫ്രിക്കയിലേക്കും ടാഹിത്തിയിലേക്കും ഒക്കെ പോയി ഒരു പ്രിമിറ്റീവ് കൾച്ചറിൽ നിന്ന് മോഡേണിസം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്ന അല്ലാതെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ പ്രതലത്തിൽ നിൽക്കുന്ന ഒരേ ഒരു വീക്ഷണം മുമ്പോട്ട് വയ്ക്കുന്ന അസ്തിത്വവാദത്തിന്റെ മാത്രമായ ചില ഉത്കണ്ഠകൾ പങ്കുവെക്കുന്ന ഒന്നായിട്ടൊന്നും വാസ്തവത്തിൽ മോഡേണിസത്തെ കണ്ടുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ ലാർജറായ, വളരെ വിപുലമായ ഒരു ചരിത്ര സന്ദർഭത്തോടും അതിലെ സംഘർഷങ്ങളോടും ഒക്കെ കെട്ടുപിണഞ്ഞ ഒരു ഭാവുകത്വ സന്ദർഭത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ മോഡേണിസം എന്ന് കാണേണ്ടത്. ഇപ്പൊ ലൂക്കാച്ച് പറയുന്നുണ്ട് മോഡേണിസത്തിൽ സംഭവിച്ചത്, ഇപ്പൊ റിയലിസ്റ്റ് കലവരെയുള്ള സന്ദർഭത്തിൽ വ്യക്തി എന്ന് പറയുന്നത് സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിന്ന്, ആ സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിന്ന് അതിലൂടെ നിലവിൽ വരുന്ന ഒരു വ്യക്തിതലമാണ് റിയലിസ്റ്റ് കലയിലുള്ളത്. എന്നാൽ ഈ സമൂഹം എന്നത് ശിഥിലമായി തീരുന്നതോടെ വ്യക്തി തന്നിലേക്ക് തന്നെ തിരിയുകയും ഒരർത്ഥത്തിൽ സാമൂഹികതാ നിരാസം എന്നത് വ്യക്തിയുടെ ഒരടിസ്ഥാന ഭാവമാവുകയും ചെയ്യുന്നു. ഇത് വളരെ രസമുള്ള നിലയിൽ മറ്റൊരു പ്രകരണത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ റൈമണ്ട് വില്യംസ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ്. ക്ലാസിക്കൽ റിയലിസം തേർഡ് പേഴ്സൺ നരേറ്റീവിനെ പിൻപറ്റിയപ്പോൾ മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലേക്ക് പോയി. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഞാൻ ഇൻഫ്ലേറ്റഡ് ആയി എന്നാണ് അതിനെക്കുറിച്ച് ലൂക്കാച്ച് പറയും. ഇൻഫ്ലേറ്റഡ് ആയി, പെരുപ്പിക്കപ്പെട്ട ഒരു ഞാൻ, ഒരു ആത്മം, ഒരഹം ഇങ്ങനെ ആധുനിക ഭാവനയിൽ ശക്തമായി. എന്തുകൊണ്ട് സംഭവിച്ചു? അതിൽ അദ്ദേഹം റൈമണ്ട് വില്യംസ് പറയുന്നൊരു കാര്യം,
സാമൂഹികമായ ബന്ധങ്ങൾക്കുള്ളിൽ വെച്ച് അതിനകത്ത് വെച്ച് നിലവിൽ വരുന്ന ഒരാത്മമാണ് വ്യക്തിയുടേതെങ്കിൽ, അതായത് അവനും അവളും അവരുമുള്ളൊരു സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഞാനും സാധ്യമാകുന്നതെങ്കിൽ എൻ്റെ കഥ അവൻ്റെയും അവരുടെയും കൂടി കഥയായിത്തീരും. അതുകൊണ്ട് അത് തേർഡ് പേഴ്സൺ നെറേറ്റീവിലേക്ക് പോകും, അവരെക്കുറിച്ച് പറയും. മറിച്ച് സുഭദ്രവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതും സയുക്തികവുമായ ഒരു സാമൂഹ്യ തലം അപ്പുറമില്ല. അത് ചെതറിപ്പോയിരിക്കുന്നു. സൺ ഓഫ് മാൻ വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരം മാത്രമായി മാറുന്നൊരു സമൂഹത്തിൽ വ്യക്തിക്ക് എങ്ങനെ സ്വന്തം സെൽഫിനെ സ്ഥാപിക്കാൻ പറ്റും? ആത്മസംസ്ഥാപനം അപ്പം എങ്ങനെ സാധ്യമാവും? അത് തന്നിലേക്ക് തന്നെ തിരിയണം. അത് തന്നിലേക്ക് തന്നെ തിരിയണം. ലോകത്തെ ഉപേക്ഷിക്കുകയാണ്, അത് തന്നിലേക്ക് തിരിയാണ്. റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്, ആ ഉപേക്ഷ വാസ്തവത്തിൽ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് ആണ്. മാറി വന്ന സാമൂഹിക സന്ദർഭത്തോടുള്ള ഒരു കവിയുടെ, ഒരു എഴുത്തുകാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ഉപേക്ഷിക്കൽ. ജിമാഷ് പണ്ട് പറയും, സഹകരിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് എഴുതി വെച്ച് ആ കവിത മാതൃഭൂമിക്ക് അയക്കാൻ തപാൽ പെട്ടിയിൽ ഇട്ടതിന് ശേഷമാണ് എടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ലോകത്തോടുള്ള, അത് ആത്മഹത്യയെക്കുറിച്ചല്ല, ലോകത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമല്ല. എന്നതുപോലെ ഈ ആധുനികതാ പ്രസ്ഥാനത്തിനകത്ത് വികസിച്ചു വന്ന ഈ വ്യക്തിവാദം, സാമൂഹിക നിരാസം എന്നെല്ലാം പറയുന്നത് പ്രമേയപരമായിട്ടോ അതത് വ്യക്തികളുടെ ഏതോ എന്താ പറയാ സാമൂഹ്യ ബോധമില്ലായ്മയുടെ വീക്ഷണ വൈകല്യങ്ങളുടെയോ ഉൽപ്പന്നമായിട്ടല്ല കാണേണ്ടത് എന്നാണ്. ഈ ലാർജർ ഇഷ്യൂസ് ഒരു ഫ്രെയിമിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു നിലയിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ്, ഞാൻ ഈ ആശയം വളരെ കൂടുതൽ വിശദീകരിക്കണില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് മോഡേണിസത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് സാഹിത്യത്തിൻ്റെ പ്രമേയ പ്രതലങ്ങളെ മുൻനിർത്തി ആലോചിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ലാർജർ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു നോവൽ എന്ത് പറയുന്നു, ഡൽഹിയിൽ അരവിന്ദൻ എങ്ങനെ അലഞ്ഞു തിരിയുന്നു, ഖസാക്കിൽ രവി എങ്ങനെ ചുറ്റിക്കളിക്കുന്നു എന്ന വിഷയത്തെ മുൻനിർത്തിയിട്ട് ഖസാക്കിൻ്റെ രാഷ്ട്രീയം ആലോചിക്കുന്ന, അല്ലെങ്കിൽ ഡൽഹിയുടെ രാഷ്ട്രീയം ആലോചിക്കുന്ന നിലയിലേക്ക് നമ്മൾ പോകും. മറിച്ച് ഇത് സാധ്യമാകുന്നത് മനുഷ്യാവസ്ഥയുടെ പുതിയൊരു പ്രകാരം നിലവിൽ വന്നിരിക്കുന്നു എന്ന തലത്തിലാണ്. അതായത് സൂചിത ലോകം ഇല്ലാതാകുന്നതോടെ സൂചകങ്ങൾ അതിൽ തന്നെ പൂർത്തിയാകും. ഒരു വാക്ക് ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു അപരമണ്ഡലത്തിലേക്ക് തുറക്കുന്നില്ലെങ്കിൽ വാക്ക് മാത്രമാവുകയും വാക്കൊരു ഭാഷാലീലയുടെ സ്വഭാവം കൈവരിക്കുകയും ചെയ്യും. അപ്പൊ ഈ വാക്കിനെ അർത്ഥപൂർണമാക്കാൻ പോന്ന ഒരു വ്യക്തിയെ, സാമൂഹിക വ്യക്തിയാക്കാൻ പോന്ന ഒരു വ്യക്തിയെ, സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഒരു സമഗ്രതയാക്കാൻ പോന്ന മട്ടിൽ സമൂഹ യാഥാർത്ഥ്യത്തിനൊരു സുഘടിത സ്വഭാവമുണ്ടോ? ആ സുഘടിത സ്വഭാവത്തിൻ്റെ തകർച്ചയാണ് വാസ്തവത്തിൽ മോഡേണിസ്റ്റ് കലയെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സന്ദർഭം. അതാണ് മാർക്സ് പറഞ്ഞൊരു കാര്യം, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു എന്ന് പറയുന്നത്, തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് മറ്റൊരു കവി പറയുന്നത്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിങ് ഡൗൺ എന്ന് പറയുന്നത്. ഞാനിത് ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ പെരുപ്പിക്കപ്പെട്ട ആത്മത്തെയും ആത്മനിരാസത്തിൻ്റെയും വർദ്ധതാബോധത്തിൻ്റെയും ഒക്കെ പ്രമേയപരമായ പരിസരങ്ങളിൽ നിന്ന് അവയുടെ ചരിത്രപരമായ ചക്രവാളങ്ങളിലേക്ക് നാം അതിനെ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്താൽ വാസ്തവത്തിൽ ആധുനികത എന്ന്, മോഡേണിസം എന്ന് നമ്മൾ പറയുന്നത് കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തലം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇത്തരമൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്തരമൊരു ശൈഥില്യത്തിൻ്റെ തലത്തിലേക്ക് മലയാള കവിത 50കളിൽ തന്നെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണിക്കർ മാസ്റ്റർ കവിത 57ലാണ് കുരുക്ഷേത്രം വരുന്നത്. നേരിട്ട് മോഡേണിസ്റ്റ് എന്നോ ആധുനികതാവാദം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 50കളിൽ തന്നെ, പ്രത്യേകിച്ച് 48 വൈലോപ്പിള്ളി കുടിയൊഴുക്കൽ എഴുതുന്നു, 50കളിൽ അത് പുസ്തകമായിട്ട് വരുന്നു. കുടിയൊഴുക്കലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ആധുനികതയുടെ ആധാര ഘടകങ്ങൾ ശിഥിലമായി തുടങ്ങിയെന്ന് കാണാൻ പറ്റും. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലിൽ കഷ്ടം എങ്ങനെ കണ്ണാടി നോക്കും എന്നത് ചെറിയൊരു കാര്യമല്ല. ചെറ്റയാം വിടൻ ഞാൻ എന്നത് മനുഷ്യനെ കുറിച്ചുള്ള പുതിയൊരാശയാണ്. അത് ഇപ്പോൾ 50 കൊല്ലം മുമ്പ് ആശാൻ ആലോചിക്കുന്നത് എന്താണ്? മനുഷ്യ സ്നേഹമാണ്. ലോകാനുരാഗം ഇയലാത്തവരെ
നരന്റെ ആകാരമാർന്ന് ഇവിടെ വന്ന് പിറന്നിടായിവിൻ എന്ന് മതാത്മകതയിൽ നിന്നും അധ്യാത്മത്തിൽ നിന്നും അതിഭൗതികത്തിൽ നിന്നും മാനുഷികതയിലേക്കുള്ള ഒരു തിരിവ് നമ്മുടെ നവോത്ഥാന ഭാവനയിലും മലയാള കവിതയിലും സംഭവിക്കുന്ന 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഒരു സന്നിഗ്ധ സ്ഥാനമാവുകയും താൻ ഒരു 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 ഇങ്ങനെ ഒന്നാണ്, ചെറ്റയാം വിടഞ്ഞാൻ ദുഷ്പ്രഭു പുലയാടികൾ പാർക്കും ഇപ്പുരക്കിടിവെട്ട് കൊള്ളട്ടെ എന്ന് പറയുന്ന മട്ടിൽ പുതിയ ആധാരങ്ങൾ ചെതറിത്തുടങ്ങിയിരിക്കുന്നു. എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിൽ എൻ വി പണിക്കർ മാഷ്ക്ക് പ്രിയമുള്ളൊരു കവിയായിരുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കഥ അദ്ദേഹത്തിൻ്റെ മൃത്യുപൂജയിലെ മന്ദഗാമിനി ഹേമന്തയാമിനി എന്നായിരുന്നു. അപ്പോൾ മന്ദഗാമിനി എന്ന് കൂടി എൻ വിക്ക് ചേർത്തു അത്രേ. എന്നിട്ട് അടുത്ത കവിത അയച്ചു കൊടുത്തപ്പോൾ ഫോട്ടോ അയച്ചിട്ട് പണിക്കർ മാഷ് ദയവായി ഫോട്ടോ എഡിറ്റ് ചെയ്യരുത് എന്ന് ഒരു കുറിപ്പ് വെച്ചിരുന്നാണ്. എൻ വി എന്തും തിരുത്തുമല്ലോ. എൻ വിയുടെ ഒരു ശീലം അതായിരുന്നു. എൻ വി വേറൊരു എൻ വിയിൽ പക്ഷേ ഈ പ്രശ്നമുണ്ട് കേട്ടോ. എൻ വി നമ്മുടെ സുഗതകുമാരിയുടെ രാത്രി മഴയ്ക്ക് എഴുതിയ അവതാരികയിൽ ഈ പ്രശ്നം പറയുന്നുണ്ട്. ഈ കവിതയിലെ പ്രമേയം എനിക്കിഷ്ടമല്ല, ഈ സമീപനം എനിക്കിഷ്ടമല്ല, പക്ഷെ ഈ കവിത എന്നെ ആകർഷിക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ എന്ന ചോദ്യം എൻ വി അവിടെ ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ്. അതിലേക്ക് പുള്ളി പ്രവേശിച്ചില്ല എന്നുള്ളതല്ല, പക്ഷെ ആ പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. എലികൾ എന്നുള്ള കവിതയിൽ മനുഷ്യരെ കുറിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും നിശിതമായ വിമർശനം വരുന്നത് ആദ്യ സ്ഥാനങ്ങളിലൊന്നും എലികളാണ്. തള്ളയെലി കുഞ്ഞുങ്ങളോട് പറയുമല്ലോ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ, നിങ്ങൾ എലികളോ മാനുഷരോ. നോക്കൂ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനാണ് പ്രമാണം, മാൻ ഈസ് ദ മെഷർ. വീട്ടി ഭട്ടതിരിപ്പാട് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ഇവിടെ സത്യമെന്നത് മനുഷ്യനാകുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാലത്താണ് നിങ്ങൾ എലികളോ മാനുഷരോ എന്ന്. എൻ വിയുടെ അസാമാന്യമായ ഒരു ബുദ്ധിയാണ് കേട്ടോ. കാരണം ഗാന്ധിയും ഗോഡ്സെ ഇന്ന് എഴുതാൻ എളുപ്പമാണ്, ഗാന്ധിയും ഗോഡ്സെയും 1950 എഴുതാൻ ഒട്ടും എളുപ്പമല്ല. പക്ഷെ അന്നേ എഴുതി. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ. ഈ കിഴവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ 3 ഉണ്ട പാഴാക്കിയത് എന്ന് വ്യാകുലപ്പെടുന്ന ഗോഡ്സെയിലാണ് ആ കവിത ചെന്ന് നിൽക്കുന്നത്. ആ വ്യാകുലത ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി. ഗുജറാത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റിന്റെ മറ്റൊരു പ്രസ്താവന 3-4 കൊല്ലം മുമ്പ് കാണാനിടയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഗോഡ്സെ ഒരു രാജ്യസ്നേഹിയാണ്, ഗാന്ധിയും. ആശയം വ്യക്തമാണല്ലോ. ഇത് എൻ വി അന്ന് കണ്ടു എന്നതാണ്. നമ്മുടെ രാഷ്ട്രം ചെതറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഷിഫ്റ്റ് വരികയാണ്. അതായത് വ്യക്തി, മനുഷ്യൻ, മാനുഷികത, പ്രണയം, സാഹിത്യം, വിപ്ലവം ഇതൊക്കെ വഞ്ചകമായി തീരുന്നു എന്ന് മലയാളിയോട് ആദ്യം പറഞ്ഞുകൊണ്ട് കുടിയൊഴിക്കൽ വരുന്നു. ഇപ്പൊ നര വരുന്നതിനെ കുറിച്ചിട്ട് വൈലോപ്പിള്ളി അതിലെഴുതുന്ന ഒരു വരിയുണ്ട്, തല നിറച്ചു തുടങ്ങിയിരിക്കുന്നു. ഹാ ഭയങ്കരം എൻ തലയിങ്കൽ സ്വാപഹാസം ചിരിക്കയാം മൃത്യു എന്നാണ്. നോക്കൂ, ഒരു നര വരുന്നു, പക്ഷെ അതിങ്ങനെയാണ്. ഞാൻ പറയണത് അതൊരു സവിശേഷമായ ഒരു വൈരുദ്ധ്യബോധം തെളിഞ്ഞു തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ദൃഢമായ ധാരണകളിൽ നിന്ന് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങളിലേക്ക്, സന്നിഗ്ധതകളിലേക്ക്, അതിൻ്റെ ഉള്ളിലെ പിളർപ്പുകളിലേക്ക് ഒക്കെയുള്ള നോട്ടം മലയാള കവിത 50കളിൽ നോക്കി തുടങ്ങുന്നുണ്ട്. 40കളുടെ അവസാനം 50കളിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും കക്കാടിൻ്റെ നഗരഭീതിയും രാമേന്ദ്രൻ മാഷ്ടെ ഈ പറയുന്ന എന്താ പറയുക ശൂന്യതാബോധവും അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ല അതേക്കുറിച്ചും പണിക്കർ മാഷ മുൻനിർത്തിയൊരു കവിതയുണ്ട് കേട്ടോ. പണിക്കർ മാഷ അവിടെ രാമേന്ദ്രൻ മാഷ വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ സ്കൂട്ടറുണ്ട്, കാറുണ്ട്, ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ചോദിച്ചു അത്രേ, അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഇത് ആളുകൾ ഉണ്ടാക്കണ കഥയായിരിക്കാം കേട്ടോ, എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്, ഒന്നുമില്ല മേലെ ശൂന്യമാം അമ്പരം എന്ന് മാത്രം പറയുകയും. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ശൂന്യത എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയെ ഏതൊക്കെയോ നിലയിൽ അലോസരപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ സാമൂഹികതയുടെ നിലനിൽക്കുന്ന അവതരണം, വ്യാഖ്യാനമൊക്കെ
സംശയാത്മകമായി മാറുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. പലപ്പോഴും നമ്മൾ വൈലോപ്പിള്ളി അങ്ങനെയൊന്നും കാണാറില്ല. കാരണം വൈലോപ്പിള്ളി പന്തങ്ങളാണ്, വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാരാണ്, വൈലോപ്പിള്ളി സർപ്പക്കാടാണ്, വൈലോപ്പിള്ളി ജലസേചനാണ് എന്നൊക്കെ കരുതുമ്പോൾ ഈ ചോര കുടിക്കും ചെറുകൈകളെന്നാണല്ലോ നമ്മൾ, ചോര തുടിക്കും ചെറുകൈകളെന്നാണല്ലോ നമ്മൾ ഓർക്കുക. അതല്ലാതെ ഞങ്ങൾ അല്പന്മാർ എന്നെഴുതിയ NVAയോ ആ വരി NVയുടെയാ. ഞങ്ങൾ അല്പന്മാർ കാലമഴയേറ്റൊരേ കാക്കി മങ്ങലായി ഞങ്ങൾക്കുള്ള ജീവിതക്കുപ്പായങ്ങൾ. ഒരു മോഡേണിസ്റ്റ് വഴി അവിടെ കിടപ്പുണ്ട്. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലിൽ കഷ്ടമെങ്ങനെ, നിങ്ങൾ എലികളോ മാനുഷരോ. നിങ്ങൾ എലികളോ മാനുഷരോ എന്നുള്ള വഴിയിൽ നിന്ന് അടുത്ത ചുവടാണ് തന്നെ അയൽവക്കത്തെ അരവയർ നിറയാ പെണ്ണിന് നിറവയർ നൽകിയ മർത്യന് സ്തുതി പാടുക നാം എന്നിടത്തേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ശൂന്യതയെന്ന് പൊട്ടി വീഴുന്നതല്ല, അല്ലെങ്കിൽ ഒരാളുടെ സാമൂഹ്യ ബോധമില്ലായ്മയല്ല, മറിച്ച് ഒരു ഇവോൾവിങ് ക്രൈസിസ് ഉണ്ട്. 50കളിൽ അതിൻ്റെ മുദ്രകളുണ്ട്. നമ്മൾ പക്ഷേ ഈ ആളുകളെയൊക്കെ മുദ്രകുത്തി ഒരേ പാകത്തിനാക്കുമല്ലോ. കുഞ്ഞിരാമൻ നായരെ ഭക്തകവിയാക്കും, വൈലോപ്പിള്ളിയെ പുരോഗതിയുടെ കവിയാക്കും. സർപ്പക്കാവ് എഴുതിയതുകൊണ്ടാണ് പുരോഗതിയുടെ കവി. കുറ്റിപ്പുറം പാലത്തിന് ശേഷം എടശ്ശേരി 2 കവിത എഴുതിയിട്ടുണ്ട്. കുടം നിറയ്ക്കൂ കൂടെ വരും, പഴകിയ ചാലുകൾ മാറ്റുക. അതിൽ കുടം നിറയ്ക്കൂ കൂടെ വരും എടശ്ശേരി എല്ലാ കവിതയുടെ ആമുഖമായിട്ട് 3-4 വരി എഴുതുമല്ലോ. അതിൻ്റെ സാരം കുടം നിറയ്ക്കൂ കൂടെ വരയുടെ മുകളിൽ പുള്ളി എഴുതിയിട്ടുള്ള 3-4 വരി ഇങ്ങനെയാണ്. കൃത്യം വരിയല്ല, ആശയം ഇങ്ങനെയാണ്: ജന്മിത്വവും ഭാരതപ്പുഴയും ചേർന്നാണ് എൻ്റെ നാട് മുടിച്ചത്. 35 നിയമത്തിന് ശേഷം ആദ്യത്തേതിനൊരു ശമനായിട്ടുണ്ട്, രണ്ടാമത്തേത് ഇപ്പോഴും മുടക്കം കൂടാതെ മുടിക്കുന്നു. ഭാരതപ്പുഴയാ. ഈ ഭാരതപ്പുഴയെ കുറിച്ച് തന്നെയാണ് അതിനു മുമ്പ് അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്ക് ചാലായിന്ന് എഴുതിയത്. അത് കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. നോക്കൂ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു കവിയെയും നമ്മൾ ദയവായിട്ട് ഒരു ആശയത്തിൽ കൊണ്ടുപോയി കെട്ടരുത്. കവിത സാഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ളൊരു നിരീക്ഷണം സമീപകാല സാഹിത്യ ചിന്തകന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഈ ഫ്രാൻസിയെ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിശദീകരണം. അദ്ദേഹം പറയുന്നത് ലിറ്ററാറിറ്റി, സാഹിത്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലിവിങ് ഡയലക്റ്റിക്, സജീവമായ ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ്. തന്നോട് തന്നെ ഏറ്റുമുട്ടി പോരടിച്ചു കൊണ്ടിരിക്കുന്ന ബലങ്ങൾ, തന്നിൽ തന്നെ ഏറ്റുമുട്ടുന്ന അനുഭൂതികളുടെ ഒരു വലിയ പടക്കളമാണ് നല്ല എഴുത്ത്. അല്ലാതെ ഒരാശയത്തെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കണ ഏർപ്പാടല്ല. അങ്ങനെ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ പ്രസംഗിച്ചാലോ ലേഖനം എഴുതിയാലോ മതി, കവിത എഴുതേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ വൈരുദ്ധ്യത്തിൽ വേരാഴ്ത്തി നിൽക്കണം. ആ വൈരുദ്ധ്യം വൈലോപ്പിള്ളിയിലൊക്കെ ഉണ്ട്, എടശ്ശേരിയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ അയ്യപ്പണിക്കർ സാറിലേക്ക് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ഗോപികാദണ്ഡകം എഴുതുന്ന ആള് തന്നെയാണ് കിഷ്കിന്ധ എഴുതുന്നത്, ഗോപികാദണ്ഡകം എഴുതുന്ന അല്ലെങ്കിൽ ഓത്രയാൻ എഴുതുന്നത്. ഇത് കവിതയുടെ ഭിന്ന പ്രകാരങ്ങളിലേക്ക് ഒരാൾ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. പല ഭാവുകത്വങ്ങൾ, പല ജീവിത ബോധ്യങ്ങൾ, പല ആവിഷ്കാര രീതികൾ, ഇതെല്ലാം കലങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാലസമുദ്രം ഒരാളുടെ കവിതയിൽ തെളിഞ്ഞു വരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വലിയ കവികൾ അങ്ങനെയുള്ളവരാണ്. ആ കാലത്തിൻ്റെ അഭിരുചിയെ രൂപപ്പെടുത്തുന്ന നാനാ പ്രവണതകൾ അവരുടെ എഴുത്തിൽ അന്യോന്യം ഇടഞ്ഞും ചിലപ്പോഴൊക്കെ തമ്മിൽ ഇണങ്ങിയും നിലക്കൊള്ളും. അത് മലയാള കവിതയിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് മലയാള കവിതയിൽ നമ്മളിപ്പോൾ മോഡേണിസം എന്ന് പറയുമ്പോൾ തന്നെ, മലയാള കവിതയിൽ മോഡേണിസത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാൽപ്പനികതയുടെ ഛായകൾ ധാരാളമായിട്ട് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ കാൽപ്പനികത ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രവണതയാണ് ഈ കവിരക്തസാക്ഷിത്വം, പോയറ്റ് മാർട്ടിയർ എന്ന് പറയുന്ന കവിരക്തസാക്ഷി. ഈ ലോകം ശരിയല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നിക്കക്കളിയില്ലാതെ ഓടുന്നു എന്നാണല്ലോ പൊതുവെ ഒരു റൊമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഐ ഫോൾ അപ്പോൺ ദ ത്രോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ബ്ലീഡ് എന്നാണല്ലോ. ചങ്ങമ്പുഴയാണെങ്കിൽ എന്താണ്? കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് ഈ ആശയത്തെ സംഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷ് അതിനൊരു പാരഡി എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നില്ല. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ്റെ പരാജയം എന്നാണ്. അങ്ങനെ വേണ്ട പോലെ ശരിയായിട്ടില്ല എന്ന്. പക്ഷെ ഇതൊരു പ്രശ്നമാണ്. അതായത് ഈ ലോകം അപകടം നിറഞ്ഞതാണ്, ലോകം വഞ്ചന നിറഞ്ഞതാണ്, മുൾമുനകളാണ്, കാലുഷ്യമാണ്. ഞാനാണെങ്കിൽ വളരെ നല്ല ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ എന്നാണ് പൊതുവെ ഒരു കാൽപ്പനികം പറയുക. ഇതാണ് ചങ്ങമ്പുഴ പറഞ്ഞത്, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം. നമ്മുടെ മോഡേണിസ്റ്റ് കവികളിൽ ഏറ്റവും പ്രധാനി ഇതേ ആശയം പിന്നെയും പറഞ്ഞിട്ടുണ്ട്.
മാപ്പുസാക്ഷി വായിച്ചു നോക്കിയാൽ അറിയുമോ എന്നെ കരളിലാളുന്ന കവിതയുമായി കരുണ പെയ്യുന്ന മിഴികളുമായി കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നു പോയവൻ ദുരിതങ്ങൾക്ക് തൻ ബധിത കൗമാരം ബലി കൊടുത്തവൻ എന്ന് ബാലേന്ദ്രൻ എഴുതുന്നുണ്ട്. ഇത് പഴയ കവിരക്തസാക്ഷിത്വമാണ്. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല. അല്ലെങ്കിൽ പണ്ട് തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെയുള്ള വഴി നേർവര പോലെ വിശ്വാസം നിറഞ്ഞതായിരുന്നു എന്നുള്ളതൊരു കാൽപ്പനിക ആദർശമാണ്. അത് ഭൂതകാലത്തെക്കുറിച്ച് എല്ലാ കാലത്തും മനുഷ്യർ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശ തെറ്റാണെന്നല്ല, അത് ചരിത്രത്തിൽ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ആധുനികതയ്ക്കുള്ളിലും കാൽപ്പനികതയുടെ ഒരു വലിയ പ്രതലമുണ്ട്. ആ പ്രതലത്തെയും ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പണിക്കർ സാറിൻ്റെ കവിതകളെ മുൻനിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ ആകെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആധുനികമായ ഒരു ഭാവുകത്വത്തിൻ്റെ, ഞാൻ ഈ ആധുനികം എന്നുള്ള വാക്കിവിടെ മൊഡേണിറ്റി എന്നുള്ള അർത്ഥത്തിലും മൊഡേണിസം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. ഒരു ആധുനികതയുടെ ഈ ഭാവുകത്വത്തിൻ്റെ നിർമ്മിതിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച, ഭാവുകത്വം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതല്ല, ചരിത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ ചരിത്രത്തിൽ വേരുപിടിച്ച് നിൽക്കുമ്പോഴും അതിന് പ്രകാശന രൂപങ്ങൾ വേണം, അതിന് പലതരത്തിലുള്ള സംഘാടനങ്ങൾ വേണം, പലതരത്തിലുള്ള അവതരണ രൂപങ്ങൾ വേണം. ഇതെല്ലാം കൊണ്ടുവരാൻ പണിക്കർ സാറ് വലിയ തോതിൽ ശ്രമിച്ചു. ഇപ്പോൾ മലയാളത്തിലെ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികളെ അദ്ദേഹം വിവർത്തനത്തിലൂടെ കൊണ്ടുവന്നു. കുരുക്ഷേത്ര വേസ്റ്റ് ലാൻഡ് അദ്ദേഹം തരിശുഭൂമി എന്ന് വിവർത്തനം ചെയ്തു. മൈക്കോവ്സ്കിയുടെ കവിതകൾ വിവർത്തനം ചെയ്തു. ധാരാളം വിവർത്തനങ്ങൾ വഴി അദ്ദേഹം അതിൻ്റെ ഒരു ഭാവുകത്വ പരിസരം രൂപപ്പെടുത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, നേരത്തെ ഇവിടെ ശാന്തൻ പറഞ്ഞ കേരള കവിത പോലെയുള്ള പ്രസാധനത്തിലൂടെ, അതുപോലെ തന്നെ കാവ്യ സിദ്ധാന്തങ്ങളുടെ അവതരണത്തിലൂടെ ഒക്കെ പരമ്പരാഗതമായി നിലനിന്നു പോന്ന ഒരു സാഹിത്യ വിചാര മണ്ഡലത്തിൽ, പഴയൊരു വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഒരു പാരഡൈം ഷിഫ്റ്റ്, വിചാര മാതൃകാപരമായ ഒരു വ്യതിയാനം രൂപപ്പെടുത്താനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം. അതൊരു കവി എന്ന നിലയ്ക്ക് മാത്രം ചെയ്യല്ല, കാവ്യ സംഘാടകൻ, കാവ്യ വിവർത്തകൻ, കാവ്യ സൈദ്ധാന്തികൻ, കാവ്യ നിരൂപകൻ എന്നെല്ലാമുള്ള നിലയിൽ അദ്ദേഹം ധാരാളമായിട്ട് സംസാരിക്കുകയും നമ്മുടെ കവിതയുടെ സൂക്ഷ്മ ശരീരത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന മട്ടിൽ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ചങ്ങമ്പുഴയെയും എടപ്പള്ളി രാഘവൻ പിള്ളയെയും കുറിച്ച് ഒരുപക്ഷെ അവരുടെ വ്യത്യാസത്തെ ഏറ്റവും സമഗ്രമായി ഒറ്റ വാക്കിൽ ചുരുക്കിയ രണ്ട് വിശദീകരണങ്ങൾ പണിക്കർ സാറിൻ്റെയാണ്. ചങ്ങമ്പുഴയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ബഹുഭാവ വ്യഗ്രമായ തീവ്ര കാൽപ്പനികത എന്നാണ്. ഇത് കൂടുതലൊന്നുമില്ല ചങ്ങമ്പുഴയിൽ. ബഹുഭാവ വ്യഗ്രമായ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവ സ്ഥാനങ്ങളിലേക്കും അതിൻ്റെ പര്യന്തങ്ങളിലേക്ക്, അതിൻ്റെ പരമാവധിയിലേക്ക് കടന്നു കയറാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ചങ്ങമ്പുഴ. ഒന്നും കുറഞ്ഞനുഭവിച്ചിട്ടില്ല, എല്ലാം പരമാവധി അനുഭവിച്ചിട്ടുള്ളൂ. ഒരിടത്തും ദീർഘകാലം നിന്നിട്ടുമില്ല കേട്ടോ. താൻ പറഞ്ഞതിനെതിരെ വേറെ ആരെങ്കിലും പറയേണ്ട ഒരു കാര്യമില്ല. മൂപ്പര് തന്നെ അടുത്ത ആഴ്ച വേറെ കവിത എഴുതും. അതുകൊണ്ട് തൻ്റെ കവിതയെ തന്നെ തനിക്കെതിരെ തിരിച്ചു വിടാൻ പറ്റും. ബഹുഭാവ വ്യഗ്രമായ തീവ്ര കാൽപ്പനികത. എടപ്പള്ളിയെക്കുറിച്ച് പണിക്കർ സാർ പറയുന്നത് ഏകഭാവ പ്രധാനമായ ലോല കാൽപ്പനികത എന്നാണ്. ഏതാണ്ട് വിഷാദത്തിലും ഒരു പ്രണയ നൈരാശ്യത്തിലും ഒതുങ്ങി നിൽക്കുന്ന താരതമ്യേന തീക്ഷ്ണതയൊക്കെ കുറഞ്ഞ ഒരു ഭാവുകത്വമാണ് എടപ്പള്ളിയുടേത്. ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ തകഴിയെക്കുറിച്ച് എഴുതുമ്പോഴോ അല്ലെങ്കിൽ പാവങ്ങളെക്കുറിച്ച് എഴുതുമ്പോഴോ ഒക്കെ അദ്ദേഹം ഈ ഒരു സാഹിത്യപരമായ സൂക്ഷ്മബോധം തൻ്റെ വിശദീകരണങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു കാലത്തെ രൂപപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു സവിശേഷത അതിന് സ്വയമേവയുള്ള ഒരു എന്താ പറയുക, ബഹുസ്വരത എന്നോ വേണമെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്ന് തന്നെയോ പറയാവുന്ന ഒന്നാണ്. ഇപ്പോൾ കുരുക്ഷേത്രം എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ സർറിയലിസ്റ്റ് പ്രേമഗാനം എഴുതുന്ന ഒരാൾ തന്നെ പകലുകൾ രാത്രികൾ എഴുതുന്നു, ഗോപികാദണ്ഡകം എഴുതുന്നു. ഗോപികാദണ്ഡകം വാസ്തവത്തിൽ മലയാളത്തിലൊരു ഈ എന്താ പറയുക, നമ്മുടെ ഫെമിനിസ്റ്റ് സൈദ്ധാന്തികമായിട്ടുള്ള സിംബോളിക് സെമിയോട്ടിക് സങ്കല്പമൊക്കെ അവതരിപ്പിക്കുന്ന അവരുടെ പേര് മറന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഭാഷയുടെ രണ്ട് പ്രതലങ്ങൾ, അർത്ഥപരമായ വ്യക്തതയിൽ ആഴ്ന്നു നിന്ന് അർത്ഥ സൂചിതത്തിലേക്ക് തുറക്കുന്ന സൂചകങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട്
കാവ്യഭാഷയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മറിച്ച് അർത്ഥപരമായ വ്യക്തതയെ ഭാഷ മറികടക്കുകയും ഭാഷ അതിൽ തന്നെ ഒരു പ്രവാഹഗതി കൈവരിക്കുകയും ചെയ്ത് അർത്ഥത്തേക്കാൾ ഭാഷയുടെ ഒരു സ്വയം പ്രവാഹശേഷി രൂപപ്പെടുത്തുന്ന തരം കവിതകളുമുണ്ട്. ഫ്രഞ്ച് സിംബലിസ്റ്റ് പോയട്രിയെ കുറിച്ചാണ് അവരത് പറയുന്നത്, റെവല്യൂഷൻ ഇൻ ദ പോയറ്റിക് ലാംഗ്വേജ് എന്ന അവരുടെ പ്രബന്ധത്തിൽ. ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് കാണാവുന്ന തരം കവിതകൾ പണിക്കർ സാർ എഴുതുന്നുണ്ട്. ഗോപികാദണ്ഡകത്തിൽ അത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഭാഷ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അർത്ഥത്തെക്കാളൊക്കെ ഭാഷയുടെ ഒരു പ്രവാഹ ബലത്തെ, പ്രവാഹശേഷിയെ കൂടുതൽ ഉന്നുന്ന ഒരു കാവ്യരചനാ രീതി കാണാൻ പറ്റും. എന്നാൽ മറുഭാഗത്തെത്തുമ്പോൾ വാക്കിൻ്റെ ധ്വനികൾ, ശ്ലേഷപ്രയോഗങ്ങൾ, അതിലെ ഒടിച്ചു മടക്കിയ മുനകൾ, അതെല്ലാം കൊണ്ട് പുതിയ ഒരു അനുഭവമണ്ഡലം സൃഷ്ടിക്കാനുള്ള വാക്കിൽ വലിയ തോതിൽ ഉന്നുന്ന ഒരു കവിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇങ്ങനെ രണ്ടറ്റങ്ങളും അദ്ദേഹത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ കിഷ്കിന്ധ എന്നതുപോലുള്ള കാർട്ടൂൺ കവിതകളിൽ നിന്നോ ക്രൂര കവിതകളിൽ നിന്നൊക്കെ അദ്ദേഹം വിളിക്കുന്ന തരത്തിലുള്ള കാവ്യരൂപങ്ങൾ ഒരു ഭാഗത്ത്, ഗോത്രയാനം പോലെയുള്ള ദീർഘകാവ്യങ്ങൾ മറുഭാഗത്ത്, പകലുകൾ രാത്രികൾ പോലെ ഒരു നിലയ്ക്ക് ഒരു പ്രണയാതുരതയുടെയൊക്കെ ഒരു അനുഭവ പരിസരത്തെ നിലനിർത്തുന്ന കവിത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൃത്യുപൂജ പോലെയുള്ള കവിതകൾ മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്മിലടയുന്ന അനുഭവ ലോകങ്ങളെ തൻ്റെ കവിതയിലേക്ക് കൊണ്ടുവന്ന് ആ അനുഭവ ലോകങ്ങൾ ആകെ കൊണ്ട് തൻ്റെ കവിതയെ വിപുലീകരിക്കാനാണ് പണിക്കർ സാർ ശ്രമിച്ചത്. അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കാനല്ല. അതുകൊണ്ട് നമ്മുടെ ഒരു നിരൂപകൻ പറയുന്നുണ്ട്, ബഹുസ്വരമായൊരു മൊഴിപ്പടർച്ചയാണ് അയ്യപ്പ പണിക്കരുടെ കവിതയുടെ ഒരു അടിസ്ഥാന പ്രകൃതം എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. 50കളുടെ പകുതി മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെയുള്ള അരനൂറ്റാണ്ട് കാലം നോക്കിക്കഴിഞ്ഞാൽ ബഹുസ്വരമായ ഒരു മൊഴിപ്പടർച്ച എന്നത് ഒരുപക്ഷെ ഏറ്റവും ഇണങ്ങുന്ന ഒരു കാവ്യജീവിതം അദ്ദേഹത്തിൻ്റെതാണ്. അവസാന കാലത്തൊക്കെ ഈ ലേഖനം പോലെ എഴുതിയിട്ട് മുകളിൽ കവിത എന്ന് എഴുതും. അപ്പം അതേക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, മുകളിൽ എന്ത് എഴുതുന്നോ അതാണ് അതെന്ന്. കഥ എന്ന് എഴുതിയ കഥയാകും, കവിത എന്ന് എഴുതിയ കവിതയാകും. അത് ഒരു തമാശയാണോ എന്ന് വേണമെങ്കിൽ കരുതാൻ കേട്ടോ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. അതായത് ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് വഴുതുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കേസരി കാര്യം പറയുന്നുണ്ട്, അയ്യപ്പ പണിക്കരെ കുറിച്ചല്ല. കേസരി ഈ മറ്റേ നമ്മുടെ മാർസൽ പ്രൂസ്റ്റിനെ കുറിച്ചൊക്കെ എഴുതുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു കാര്യം, രൂപപരമായ അതിർവരമ്പുകൾക്കുള്ള ദൃഢതയൊന്നും ഇനി സാഹിത്യത്തിൽ ഏറെക്കാലം നിലനിൽക്കില്ല. ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് കേസരി ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ബെർണാഡ് ഷായുടെ നാടകങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രബന്ധമായിട്ടും വായിക്കാം എന്നാണ്. കാരണം ബെർണാഡ് ഷായുടെ നാടകങ്ങളുടെ ആമുഖ സൂചന എന്ന് പറഞ്ഞാൽ 1.5 പേജ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ വേണം. ബെക്കറ്റ് ആണെങ്കിൽ 2 വരി, എ സ്ട്രീറ്റ് എ ട്രീ എന്നേ ഉണ്ടാവുള്ളൂ, ഒരു തെരുവ് ഒരു മരം. മറിച്ച് ബെർണാഡ് ഷാ ആണെങ്കിൽ ഇങ്ങനെ വിസ്തരിച്ച് അതിൻ്റെ സമസ്ത പ്രകൃതവും വിസ്തരിച്ച് ആൽഡസ് ഹക്സ്ലിയെ നിങ്ങൾക്ക് ഒരു നോവലിൻ്റെ ഭാഗമായിട്ട് വായിക്കാം എന്നൊക്കെ കേസരി നിരീക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യരൂപങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന സ്വയം പര്യാപ്തമായ നിലനിൽപ്പൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സാന്ദർഭികമായി പറയുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയും. അങ്ങനെ ബഹുസ്വരമായ മൊഴിപ്പടർച്ച എന്നത് ഇപ്പോൾ ഉത്തരാധുനികത എന്ന വാക്ക് തന്നെ ഉത്തരാധുനികത പറഞ്ഞിരിക്കുന്നു, എവിടെയാണെന്ന് കംസന്മാർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് മാഷ് തമാശയും കൂടി ചേർത്തിട്ട് ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ആദ്യത്തെ നിരീക്ഷണം വരുന്നു. ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ, ഇങ്ങനെ സാഹിത്യത്തെ സാഹിതീയമായ ഒരു പ്രതലത്തിലല്ല, അതിൻ്റെ ഒരു ലാർജർ ഫ്രെയിം വർക്കിൽ അദ്ദേഹം കണ്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ കാവ്യഭാഷയെയും കാവ്യസങ്കല്പത്തെയും വലിയ തോതിൽ പുതുക്കി പണിയാൻ ഈ അരനൂറ്റാണ്ട് കാലത്തെ കാവ്യജീവിതം കൊണ്ട് കഴിഞ്ഞു. ഒന്ന്, നിയതമായൊരു കാവ്യഭാഷ, അതിനെ വലിയ തോതിൽ പണിക്കർ മാഷ് മാത്രമായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെലൂപ്പിള്ളി അടക്കമുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എങ്കിലും നിയതമായൊരു കാവ്യഭാഷയ്ക്ക് പകരം പ്രാദേശികമായ മൊഴിച്ചേർപ്പുകളൊക്കെ ധാരാളമായിട്ട് കൂട്ടി വിളക്കി കാവ്യോചിത ഭാഷയുടെ നിരാകരണം, ഒരു നിലയ്ക്ക് പുറമ്പോക്ക് ഭാഷ എന്ന് വിളിക്കാവുന്നതിൻ്റെ സന്നിവേശം, അതുപോലെ തന്നെ നിത്യജീവിതത്തിൻ്റെ നാനാ സന്ദർഭങ്ങളെ കവിതയാക്കുക,
ആ നിലയിൽ ഫലിതത്തെയും പരിഹാസത്തെയും കവിതയിലേക്ക് വളരെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ കവിത എന്ന് പറയുന്നതിനെ തന്നെ കാവ്യാത്മകതയുടെ ഒരു പരമ്പരാഗത അതിർത്തിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ആദ്യകാല കവിതകളിൽ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നിലയ്ക്ക് നോക്കിയാൽ കവിതയെ കണ്ടംപ്ലേറ്റീവ് ആകാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു താല്പര്യം കൂടിയുണ്ട്. കവിത ഒരു ധ്യാനാത്മക പ്രവൃത്തി എന്നതിന് പകരം കവിത ഒരു ദൈനംദിന ആവിഷ്കാരത്തിന്റെ തലത്തിലേക്ക് തുറക്കുന്നു. നേരത്തെ ശാന്തം പറഞ്ഞതിൽ ആ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തും കവിതയാക്കാം, എന്തിനേയും കവിതയാക്കാം. അത് തന്നെയാണോ കവിതയുടെ അദ്ദേഹത്തിന്റെ ആദർശം എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. പക്ഷെ അങ്ങനെ കവിതയുടെ ഒരു ബഹുസ്വര ലോകം സാധ്യമാണ് എന്നത് അദ്ദേഹം തൻ്റെ കാവ്യജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ആഴം എന്ന് പറയുന്നതിനെ ബോധപൂർവം നിരസിക്കാൻ ശ്രമിക്കുന്ന മട്ടിലുള്ള ഒരു കാവ്യരീതിയെയും അദ്ദേഹം കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പദസംവിധാനത്തിൽ പരമ്പരാഗതമായ കാവ്യകൽപ്പനകളിൽ നിന്ന് മാറുന്ന രചനാ രീതി ആദ്യകാല കവിതകൾ മുതലേ നമുക്ക് കാണാൻ കഴിയും. ഞെട്ടിയുണരാൻ വിളഞ്ഞു കിടപ്പു തൊട്ടിലിൽ താനേ ശയിക്കും ശവങ്ങൾ എന്നൊക്കെ ആദ്യകാല കവിതയിൽ അദ്ദേഹം എഴുതുന്നത്. പിൽക്കാലത്ത് ഒരുപക്ഷെ അതിനേക്കാൾ മനകൂർത്ത ഒടിച്ചു മടക്കിയ വാക്കുകൾ, അതിൻ്റെ കൂർത്ത മനകളൊക്കെ കൂടുതൽ പ്രബലമാകുന്നുണ്ട്. ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള ഒരു തലവും നമുക്ക് കാണാൻ പറ്റും. ഈ കാവ്യഭാഷയുടെയും അതുപോലെ കാവ്യസങ്കല്പത്തിൻ്റെയും ഈ പുതുക്കിപ്പണിയൽ പോലെ തന്നെ പ്രധാനമാണ് രൂപതലത്തിലുള്ള മാറ്റം. ഒരുപക്ഷെ പണിക്കര് മാഷ്ടേ കവിതയുടെ 3 അടിസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് സാമൂഹികത കൊണ്ട് സാമൂഹികതയെ വ്യക്തിയുടെ ശൈഥില്യങ്ങളെ മുൻനിർത്തി വിശദീകരിക്കാനുള്ള ശ്രമമാണ്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ. കാരണം ഈ സമൂഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാർസൽ പ്രൂസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എന്ന് പറയുന്ന, പഴയ പേര് റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ കൃതി ഉണ്ടല്ലോ, അതിലൊരു വാക്യം എഴുതുന്നുണ്ട്. ഞാനത് പറയുന്നത് മോഡേണിസ്റ്റ് നോവലിൻ്റെ പ്രധാനപ്പെട്ട മാതൃകയാണല്ലോ ആ നോവൽ. സോൺസ്വേയിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുതുന്ന ഒരു വരി, ഒരാളെ മനസ്സിലാക്കാൻ അയാൾ ജീവിച്ച കാലത്തെ മനസ്സിലാക്കണമെന്ന് നാം തെറ്റായി ധരിച്ചു പോരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹം എഴുതുന്നത്, വാസ്തവത്തിൽ ഒരു കാലത്തെ മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് നാം ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ളൊരു വളരെ മൗലികമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ മണ്ഡലമല്ല. ഒരാളുടെ അന്തരാത്മാവ്, വ്യക്തിവാദം, വ്യക്തി അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാമൂഹികതയ്ക്ക് പുറത്തുള്ളൊരു കാര്യമല്ല. സാമൂഹികതയുടെ വിപുലമായ സംഘർഷങ്ങൾ ഊറിക്കൂടി സാന്ദ്രമായി ഘനീഭൂതമായി നിൽക്കുന്ന ഒരിടമാണ് പ്രൂസ്റ്റിൻ്റെ ഭാഷയിൽ ഒരാളുടെ അന്തരാത്മാവ്. അതിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തമ്മിൽ പോരടിക്കുന്ന നാനാബലങ്ങളെ കാണാം. സ്ഥിരസ്നേഹത്തെ കരുതി 100 ആവർത്തി ചത്തിയിടുവിൻ എന്നെഴുതിയ ആശാൻ തന്നെയാണ് സ്ഥിരസ്നേഹം, സ്ഥിരമാം സ്നേഹം അനാഥമൂഴിയിൽ എന്നെഴുതുന്നത്. ഇത് കവിതയിൽ സാധ്യമാണ്. ഒരു കാലത്തിൻ്റെ ബലങ്ങളെ മുഴുവൻ ഒരു കവി ഉൾക്കൊള്ളാം, ഒരാൾ ഉൾക്കൊള്ളാം. അതോടെ അയാൾ, അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു സുസ്ഥിര സ്ഥാനത്ത് ഉറച്ചു നിന്ന് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത മട്ടിൽ ലോകം കലുഷമാകുന്നു, ചതുറിത്തെറിച്ച ശകലങ്ങൾ മാത്രമായിട്ട് മാറുന്നു. അതോടെ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു കാലത്തെ സംഗ്രഹിക്കാൻ പോകുന്നതായി തീരുന്നു. ഈ തലത്തിലുള്ള വ്യക്തിവാദപരം എന്ന് വിളിക്കാവുന്ന ഒരു തലം പണിക്കര് മാഷുടെ എഴുത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അത് കേവല വ്യക്തിവാദമല്ല. വാസ്തവത്തിൽ വ്യക്തിവാദത്തെ, വ്യക്തിപരത എന്ന് പറയുന്നതിന് സാമൂഹികതയുടെ ഒരു ആവിഷ്കാരപ്രകാരമായിട്ട് കാണാൻ പറ്റുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ശ്രദ്ധേയമായത് എനിക്ക് തോന്നിയിട്ടുള്ളത് രൂപതലാണ്. രൂപം എന്ന് പറയുന്നത്, ഇപ്പം അദ്ദേഹം ഏതെല്ലാം രൂപങ്ങൾ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോത്രയാനം പോലെയുള്ള അതിദീർഘമായ ഒരു എന്താ പറയുക, ദീർഘകവിതയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഘനാത്മകതയിലേക്ക് വരെ എത്തുന്ന രൂപത്തിലെത്തി. കാവ്യനാടക സമ്പ്രദായങ്ങൾ സ്വീകരിച്ചു, ദണ്ഡകങ്ങൾ എഴുതി, കാർട്ടൂൺ കവിതകൾ എഴുതി. അങ്ങനെ രൂപപരീക്ഷണമാകാവുന്നത്ര അദ്ദേഹം കവിതയിൽ നടത്തി. എന്തുകൊണ്ട്?
ഈ രൂപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ഒരു വലിയൊരു കാലം ഈ രൂപത്തെക്കുറിച്ച് ആലോചിക്കുന്നത് സാമൂഹ്യ ബോധമില്ലായ്മയാണ് എന്ന ഒരു വിചാരം വളരെ ശക്തമായ ഒരു കാലമുണ്ട്. വാസ്തവത്തിൽ ഇത് രൂപം എന്ന് പറയുന്നത് ഏതനുഭവത്തെയും പ്രകാശിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രതലൻ രൂപമാണ്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയരഹിതമായും ഒരു രൂപ സംവിധാനം കൂടിയാണ്. ഇത് ആദ്യം പറയുന്നത് പണിക്കർ സാറൊന്നുമല്ല കേട്ടോ, അതിനൊക്കെ വളരെ മുമ്പ് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി പറയുന്നുണ്ട്, രൂപത്തിലാണ് ചരിത്രമുള്ളത്. പ്രമേയത്തെയും അനുഭൂതിയെയും ഒക്കെ മുൻനിർത്തി കലയെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് മൂന്നാം തരം വിമർശന രീതിയാണ്. ഒന്നാം തരം വിമർശനം രൂപത്തിലേക്ക് നോക്കലാണ്. കാരണം ഒരു പ്രത്യേക പാറ്റേണിൽ നിങ്ങൾ അനുഭവത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനുഭവത്തിന് തന്നെയും ഒരു പ്രത്യേക ഉള്ളടക്കം വരും. നമ്മുടെ ഫ്രെഡറിക് ജെയിംസിനെ പോലെ ഒരാൾ പറയുന്നുണ്ട്, എന്താണ് ഈ ഊറിക്കൂടി നിൽക്കുന്ന സെഡിമെന്റഡ് കണ്ടന്റ് എന്നാണ് അദ്ദേഹം രൂപത്തെക്കുറിച്ച് വിളിക്കുന്നത്. ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ്. അതുകൊണ്ട് ഒരു രൂപം മാറുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ചില ആശയം മാറി എന്ന് മാത്രമല്ല, അനുഭവ ഘടന മാറി എന്നാണ്. ഈ അനുഭവഘടന മാറുമ്പോൾ രൂപത്തെ മാറ്റേണ്ടി വരും. അങ്ങനെ തൻ്റെ കാലത്തിൻ്റെ മുഴുവൻ വൈരുദ്ധ്യങ്ങളോടും സംവദിക്കാനായി ഒരു കവി സന്നദ്ധനാകുന്ന സമയത്ത് അയാൾ രൂപപരീക്ഷണങ്ങളുടെ വലിയ ലോകത്തേക്ക് കടക്കുകയും തൻ്റെ തന്നെ രൂപത്തെ തന്നെ പൊളിച്ചു കളയുകയും താൻ തന്നെ പിൻപറ്റിയ രൂപ സംവിധാനങ്ങൾക്ക് കുറുകെ നീങ്ങാനായിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ തന്നോട് തന്നെ കലഹിക്കുന്ന ഒരർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഗോപികാദണ്ഡകം പോലൊരു കവിത എഴുതുന്ന സമയത്ത് ഭാഷയെ കെട്ടഴിച്ച് ഒഴുക്കി വിടുന്ന അങ്ങനെ ഒരു പ്രവാഹഗതി പകലുകൾ രാത്രികളിലൊക്കെ നമ്മൾ കാണുന്ന, പകലുകൾ രാത്രികളെ കുറിച്ച് നമ്മുടെ ഒരു നിരൂപകൻ പറയുന്നുണ്ട്, ഒരു സന്നിഗ്ധതയുടെ പ്രതലമുണ്ട്. പകലുകൾ രാത്രികൾ എന്നാണ് കവിതയുടെ ശീർഷകമെങ്കിലും അത് സന്ധ്യയാണ്. സന്ധ്യയാണ്, ഉടനീളം സന്ധ്യയാണ് കവിതയിൽ. പകലുമില്ല രാത്രിയില്ല. പകലാവരുത്, പകലായി വളരരുത്, രാത്രിയായി വളരരുത് എന്ന് സന്ധ്യയോട് പറയുന്നൊരു കവിത പണിക്കർ സാർ എഴുതിയിട്ടുണ്ട്. ഈ സന്ധ്യ എന്ന് പറയുന്നത് ഈ സന്നിഗ്ധതയുടെ ഒരു തലം കൂടിയാണ്. അപ്പം അങ്ങനെ ഈ രൂപപരമായ പരീക്ഷണങ്ങളിലൂടെ ഒരുപക്ഷെ അനുഭവത്തിൻ്റെ പുതിയ പാറ്റേണുകളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമതൊരു കാര്യമായിട്ട് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉടനീളം വന്ന രൂക്ഷം എന്ന് പോലും വിളിക്കാവുന്ന പരിഹാസങ്ങളാണ്. ആ പരിഹാസം വാസ്തവത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്ന് കൂടി രൂപപ്പെട്ടതാണ്. ഈ ആശയം അല്പം കൂടി വിശദീകരിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ കുരുക്ഷേത്രം 1957 വരുന്നു. 57 കുരുക്ഷേത്രം വരുന്ന സമയത്ത് വാസ്തവത്തിൽ മലയാളത്തിലെ ആധുനികതാവാദ കവിതയുടെ ഒരാധാര മാതൃക അതിൽ നിന്ന് തുടങ്ങുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രൂപപരമായിട്ടും പ്രമേയപരമായിട്ടും പ്രതിപാദ്യത്തെ മുൻനിർത്തിയുമൊക്കെ ഒരു വലിയ വഴിത്തിരിവിൻ്റെ, ഒരു ദിശാവ്യതിയാനത്തിൻ്റെ സന്ദർഭമായിട്ട് നമുക്ക് കുരുക്ഷേത്രം എന്ന കവിതയെ കാണാം. കുരുക്ഷേത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഇതിഹാസ പാരമ്പര്യത്തിൽ നിന്ന് ഒരു സമഗ്ര മനുഷ്യസത്തയെ കണ്ടെത്തുന്ന ഒരു വിചാര രീതിയുടെ മറുപുറത്ത് കമ്പോളത്തിൽ മനുഷ്യാവസ്ഥയ്ക്ക് വന്നുപെടുന്ന സമസ്ത ശൈഥില്യങ്ങളെയുമാണ് ആ കവിത മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഈ വൈരുദ്ധ്യത്തിൻ്റെയാണ്. ഇപ്പോൾ ഇതിഹാസത്തിൽ നിന്ന് ഇതിഹാസത്തിലേക്ക് നോക്കിയാൽ പഴയതിലേക്ക് നോക്കുന്നു എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. ഇതിഹാസത്തിലേക്ക് നോക്കിയാൽ വളരെ പുതിയ ഇതിലേക്ക് നോക്കാം. 1950 അങ്ങനെ നോക്കിയ ഒരാളാണ് കുട്ടിക്കൃഷ്ണമാരാർ. ഭരതപര്യടനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആധുനികമായ മനുഷ്യാവസ്ഥയെ മാരാർ ഓരോ ജീവിത സ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ വ്യാസൻ എഴുതി വെച്ചതൊന്നല്ല കേട്ടോ. വ്യാസൻ ചിരിച്ചൊന്ന് ചോദിക്കുന്നത് വാസ്തവത്തിൽ മാരാർ ചോദിച്ച ചോദ്യമാണ്, അല്ലാതെ വ്യാസന ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അർജുന വിഷാദയോഗം മാരാർ കണ്ടുപിടിച്ചതാ. അല്ലാതെ നോക്കൂ, മഹാഭാരതം നമ്മൾ വായിച്ചു നോക്കിയാൽ മഹാഭാരതത്തിലെ അത്ര അപ്രധാനമായി നമ്മുടെ കണ്ണിപ്പോലും പെടാത്ത സ്ഥാനങ്ങളാണ് മാരാർ പക്ഷേ എടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയൊരു സന്ദർഭത്തെക്കുറിച്ച് പറയാം. നമ്മുടെ 2 അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. അതിനകത്ത് 2 അഭിവാദനങ്ങൾ എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങുന്ന ദിവസം അപ്പുറത്ത് ഭീഷ്മർ നിൽക്കുന്നു, ഇപ്പുറത്തുനിന്ന് തേരോടിച്ച് എന്ന് ഭീഷ്മരെ വണങ്ങുന്നു. പിതാമഹനാണല്ലോ. അപ്പോൾ ഭീഷ്മർ പറയും, നീ വന്നത് നന്നായി. ഞാൻ നിന്റെ ശത്രുവാണെങ്കിലും അതെൻ്റെ ഒരു നിയോഗമായതുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിന്നോട് എനിക്ക് അനിഷ്ടമൊന്നുമില്ല. നീ അനുഗ്രഹം ചോദിക്കാൻ വന്നത് നന്നായി എന്ന് പറയും. യുധിഷ്ഠിരൻ തിരിച്ചു വരുന്നു. 10-ാം ദിവസം രാത്രി, 10-ാം ദിവസം ഭീഷ്മർ വീഴുന്നു. രാത്രി ഒറ്റയ്ക്ക് തേരോടിച്ച് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് കർണൻ ചെല്ലുന്നു.
കർണൻ ചെല്ലുമ്പോൾ ഭീഷ്മർ പറയും, ഞാൻ എന്നും നിന്നെ അധിക്ഷേപിച്ചിട്ടേ ഉള്ളൂ, അതൊന്നും നിന്നോടുള്ള അനിഷ്ടം കൊണ്ടല്ല, എൻ്റെ ഒരു ചുമതലയുടെ ഭാഗമായി വന്ന കാര്യങ്ങൾ ചെയ്തതാണ്, നീ വന്നത് നന്നായി, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് മാരാരി, ഇത്രേ ഉള്ളൂ മഹാഭാരതത്തിൽ. മാരാരി പക്ഷെ പിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതിലേത് അഭിവാദനമാണ് മഹത്വമുള്ളത്? അത് മാരാരുടെ ചോദ്യമാണ്. എന്നിട്ട് മാരാര് പറയുന്നത്, ഇതിൽ കർണന്റെ അഭിവാദനത്തിനാണ് മഹത്വമുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ശത്രുസൈന്യത്തിന്റെ തലവനായിരിക്കുന്ന പിതാമഹനെ 18 അക്ഷൗഹിണിയുടെ നടുക്ക് വെച്ച് തേരോടിച്ചെന്ന് വണങ്ങി തിരിച്ചു വന്നാൽ ലോകം തന്നെ അഭിനന്ദിക്കുമെന്നും ഭീഷ്മ പിതാമഹന്റെ അനുഗ്രഹം തനിക്ക് കിട്ടുമെന്നും ഒക്കെ യുധിഷ്ഠിരനറിയാം. അതൊരു വ്യാജമൊന്നുമല്ല, അയാളുടെ സ്നേഹം തന്നെയാണ്. പക്ഷെ അനുഗ്രഹം ഉണ്ട് എന്ന് അയാൾക്കറിയാം. മറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഭീഷ്മരിൽ നിന്ന് ഒരു നല്ല വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഒരാളാണ് കർണൻ. രാത്രി ഒറ്റയ്ക്കാണ് കാണാൻ പോകുന്നത്, ലോകം അത് കാണില്ല, ലോകത്തിന്റെ ഒരു ആദരവും കിട്ടില്ല. മാത്രമല്ല, ഇത്രയും കാലം അധിക്ഷേപിച്ചതുപോലെ ഒരു അധിക്ഷേപം കർണന് അപ്പോഴും ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് കർണൻ പോകുന്നത്. അപ്പൊ മാരാര് പറയണത്, കർണൻ പോകുമ്പോൾ കർണൻ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്, തൻ്റെ സെൽഫിനെ ഉപേക്ഷിച്ചിട്ടാണ്. യുധിഷ്ഠിരൻ സെൽഫിനെ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് യുധിഷ്ഠിരനേക്കാൾ തന്നെ ഉപേക്ഷിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാരാര് കാണുന്നുണ്ട്. ഈ സെൽഫിനെ ഉപേക്ഷിക്കാൻ കഴിയുക. വേണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നാരായണഗുരു പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാഗ്ബടാനന്ദം വന്ന് ഗുരുവിനോട് ചോദിക്കുമല്ലോ, ഈ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിക്കുന്നു, ഇതൊക്കെ കല്ലല്ലേ എന്ന് ചോദിക്കും. അപ്പം നാരായണഗുരു പറയും, കല്ലാണ്, നിങ്ങളങ്ങനെ പറഞ്ഞാലേ നാട്ടുകാർക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ ദൈവമായിട്ട് പൊക്കോളും എന്ന് പറയും. അപ്പോ വാഗ്ബടാനന്ദൻ ചോദിക്കും, പിന്നെ ഇത് എന്തിനു പ്രതിഷ്ഠിക്കുന്നു? അപ്പൊ ഗുരു പറഞ്ഞൊരു വാക്യം, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഒരാൾക്ക് എത്തിച്ചേരാവുന്ന പരമാവധി മഹിമയിലാണ് അവർക്ക് വേണ്ടി തന്നെ അങ്ങ് ഉപേക്ഷിക്കുക. തൻ്റെ ബോധ്യം അവിടെ നിൽക്കുന്നില്ല, അവർക്ക് വേണ്ടിയാണ്. ഈ സെൽഫിന്റെ സമ്പൂർണമായൊരു നിരാസം കർണന്റെ പ്രവൃത്തിയിലുണ്ടെന്ന് മാരാര് പറയുന്നത് വളരെ മോഡേൺ ആയ ഒരു സന്ദർഭമാണത്. അല്ലാതെ കർണൻ അങ്ങനെ ആലോചിച്ചിട്ടുമില്ല, വ്യാസൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഇതിഹാസത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഇതിഹാസകഥ വീണ്ടും പറയാനല്ല, ആധുനികതയെക്കുറിച്ച് പറയാനാണ്, മനുഷ്യാവസ്ഥയുടെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാക്കാനാണ്. പക്ഷെ അങ്ങനെ മനുഷ്യാവസ്ഥയുടെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾക്ക് പകരം ആധുനികമായൊരു കമ്പോളത്തിൽ മാനുഷികതയ്ക്ക് സംഭവിക്കുന്ന ശൈഥില്യങ്ങളാണ്, സമൂഹത്തിൻ്റെ പുതിയ സാമൂഹ്യാവസ്ഥയുടെ പൽചക്രങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞു പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് മിക്കവാറും കുരുക്ഷേത്രം പറയുന്നത്. ആ നിലയിൽ കുരുക്ഷേത്രം എന്ന മെറ്റഫർ തന്നെ പുതിയൊരു കാലത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അനുഭവ സന്ദർഭത്തെ ഉൾക്കൊള്ളുന്ന നിലയിലാക്കി, ഒപ്പം തന്നെ അതിനെ എന്താ പറയുക, പുതിയ പദാവലികൾ കൊണ്ടും പുതിയ ബിംബകൽപ്പനകൾ കൊണ്ടും സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഒരുപക്ഷെ കാൽപ്പനികത ജന്മം നൽകിയ പഴയ വിപുലമായൊരു മാനുഷികതയുടെ അടിയടര് ആ കവിതയുടെ അവസാനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്നേഹൈക്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഒരു മോഡേണിസ്റ്റ് കവിയിൽ നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ല. സ്നേഹൈക്യം, ഞങ്ങൾ സ്നേഹൈക്യം എന്ന ആശയം കുരുക്ഷേത്രത്തിൽ അയ്യപ്പണിക്കർ സാറ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുടിയൊഴിക്കലിലെ അവസാനം ചീവീടുകളുടെ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഖണ്ണം വൈലോപ്പിള്ളി എഴുതി ചേർത്തിട്ടുണ്ട്. വിജയമാഷ് പറയണത് ആ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അതെന്നാണ്. കാരണം കവികളുടെ പ്രതീക്ഷ അനുസരിച്ചൊന്നും ലോകം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ കവികൾക്ക് ചില പ്രതീക്ഷ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യമില്ല. ആ കവിതയിലെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയ വൈരുദ്ധ്യങ്ങളെ മുഴുവൻ മൂപ്പര് സെറ്റിൽ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. അതൊരു എന്താ പറയുക, അവനവൻ്റെ ഒരു ആശ്വാസമാണ്. ഇപ്പോൾ മറ്റേ കണ്ണീർപ്പാടത്തിൽ അങ്ങനെയാണല്ലോ, പോംവഴി എന്ത് എളുപ്പമായെന്ന് ഒരെളുപ്പമില്ല. ഇതൊന്നും സെറ്റിൽ ചെയ്യപ്പെടുന്നില്ല. പക്ഷെ സെറ്റിൽ ചെയ്യണം എന്ന് വൈലോപ്പിള്ളി കരുതുന്നു. അത് ഈ ഹ്യൂമനിസ്റ്റായ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു അനുഭവ മൂല്യത്തെ കൈവിട്ട് കളയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മറ്റേതിന് നിൽക്കുമ്പോൾ തന്നെ ഇത് കാണുന്നു എന്നതുപോലെ നമ്മുടെ മാനവവാദം നൽകിയ ഒരു സ്നേഹഭാവനയുടെ ഒരു പ്രതലത്തെ ഈ കുരുക്ഷേത്രത്തിൻ്റെ ഒടുവിലും അദ്ദേഹം കൊണ്ടുവരുന്നത് കാണാം. ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് ഗോത്രയാനത്തിലേക്ക് എത്തുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരുപക്ഷെ ഒരു സമഗ്രതാബോധത്തെ മറ്റൊരു നിലയിൽ ആധുനിക കാലം ചതറിച്ചു കളഞ്ഞ മനുഷ്യാവസ്ഥയിലേക്ക് പുതിയൊരു തരത്തിലുള്ള സമഗ്രാവബോധത്തെ എന്താ പറയുക, ഗോത്രബോധം എന്ന് വിളിക്കാവുന്ന പ്രാചീനമായൊരു ഗോത്രഭാവനയിൽ നിന്ന് ഒരു സമഗ്ര മാനുഷികതയെ സ്നേഹം കൊണ്ടും ധർമ്മം കൊണ്ടും
സൗന്ദര്യം കൊണ്ടും ഒക്കെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തെ നമുക്ക് കാണാം. അങ്ങനെ നോക്കിയാൽ കുരുക്ഷേത്രത്തിൽ ചെതറിയത് ഗോത്രായനത്തിൽ വീണ്ടും കൂട്ടിയിണക്കപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടറ്റങ്ങൾ എന്ന നിലയ്ക്ക്. ഗോത്രയാനം വാസ്തവത്തിൽ അങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ കവിത കൂടിയാണ്. മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയിൽ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയ സംഘർഷങ്ങളിൽ നിന്ന് ജീവിതത്തെ പുനരാനയിക്കാനുള്ള ഒരു തലം, സാമൂഹികതയുടെ മാനുഷികതയുടെ ഒക്കെ പുതിയൊരു പ്രതലത്തെ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ പണിക്കർ മാസ്റ്ററുടെ കവിതയിൽ തെളിയുന്ന ഈ ചെതറലുകളും പരിഹാസങ്ങളും വ്യക്തിവാദപരമായ ഊന്നലുകളും അല്ലെങ്കിൽ രൂപപരമായ പരീക്ഷണങ്ങളും ഒക്കെ കേവല കൗതുകങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ നിരാസത്തിൻ്റെ അടയാളങ്ങളോ ആയിട്ടല്ല മനസ്സിലാക്കപ്പെടേണ്ടത് എന്നൊരു തോന്നലാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. അത് കുറെ കൂടി വിപുലമായ ഒരു ജീവിതബോധത്തെ ഉൾക്കൊള്ളുകയും നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ സാമൂഹികമായ പക്ഷപാതങ്ങളോ താല്പര്യങ്ങളോ അതിന് പിന്നിലുണ്ട്, അതില്ല എന്ന് പറയല്ല. അതിനെല്ലാം അപ്പുറം ഈ കാവ്യാനുഭവം എന്ന നിലയിൽ അതിനെ കാണേണ്ടത് അത് മുമ്പോട്ട് വയ്ക്കുന്ന ഇമ്മീഡിയറ്റായ ഒരു പ്രമേയ പരിസരത്തിൽ നിന്നല്ല എന്ന കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ സന്ധ്യയെക്കുറിച്ച് പറഞ്ഞല്ലോ, നിഴലായി നിന്നാലും നീ രാത്രിയായി വളരാതെ പകലായി തളരാതെ നീ എനിക്കെന്നും സന്ധ്യ എന്നൊരിടത്ത് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയിലേക്ക് വളരാതെയും പകലായിട്ട് വിളറാതെയും എന്നും നിഴലായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നത് വാസ്തവത്തിൽ ഒരു സ്വന്തം നിലയ്ക്കുള്ള ഒരു തോന്നൽ എന്നതിനേക്കാൾ തൻ്റെ കാലത്തെക്കുറിച്ചുള്ള ഒരു 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 നിരീക്ഷണം കൂടിയാണ്. ആ കാലം ഇങ്ങനെയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ തന്നെ തുടർച്ചയിലാണ് ഈ രൂക്ഷപരിഹാസങ്ങളുടെ, ഇപ്പൊ പ്രേമം എന്ന കവിത അറിയാലോ, നീട്ടിയാണ് പ്രേമം എഴുതുക. കെട്ടുവള്ളി 5-6 ഉണ്ട്. നിന്നെ ഞാൻ പ്രേമിച്ചപ്പോൾ, പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിങ്ങനെ ആ കവിത നോക്കിയാൽ അറിയാൻ പറ്റും. വാസ്തവത്തിൽ അത് വേറൊരു നിലയിൽ കൂടി ആലോചിക്കാം കേട്ടോ. പ്രണയം കൊണ്ട് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു പരിണാമഗതിയെ കവികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ആശാൻ അനുരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലോകത്തിൻ്റെ പിറവിയുടെ അടയാളമായിരുന്നു. പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സിമാർ മനസ്സൊഴുകത് അശക്യം ഒരാളിലുന്നിയാൽ എന്നൊക്കെയായിരുന്നു. അത് 17 മറ്റാണ്, 917 മുറുവെല്ലാം. 48 വൈലോപ്പിള്ളി കണ്ണീർപ്പാട് എഴുതി. അവിടെ ഒരു അനുരാഗ ചിത്രം വരുന്നുണ്ട്. കന്യമാർക്ക് നവാനുരാഗം കമ്രശോണ സ്ഫടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്നിവണ്ണം ഉന്നയിപ്പു ഞാൻ തത്വനിരകൾ ചൊമ്പുപോയ പച്ച. അത്രയേ ഉള്ളൂ. അതേ കാലത്ത് തന്നെയാണ് NV മദിരാശിയിലൊരു സായാഹ്നം, കാമുകിയെ കാത്ത് കാമുകൻ ഹോസ്റ്റലിൻ്റെ വാതുക്കെ നിൽക്കുന്നു. അതിലൊരു പശ്ചാത്തല ചിത്രമുണ്ട് കേട്ടോ. നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൻ വാതുക്കൽ അന്ന് ഞാൻ ഓമനയെ കാത്തു നിന്നിടവേ, കാൽനടപ്പാതയരികിൽ തണലത്ത് കണ്ടു കിഴവൻ ഒരുവൻ കിടപ്പതായി, കീറ ഉടുതുണി ഊർന്നുപോയി കാണായി ധൈര്യ ആഭാസം അയാളുടെ നഗ്നത. ഒരു അനുരാഗ ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ബിംബം വരുന്നു. പൊടുന്നിനെ വന്നതൊന്നുമല്ല. നിങ്ങൾ 917 എലിയറ്റ് ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രൂഫൊക്കെ എഴുതുന്നു. അതിൽ ആദ്യത്തെ വരി, ലെറ്റ് us go then you and I when the evening is spread out against the sky like a patient either raised upon a table. ഇത് പകർത്തിന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത്, മറിച്ച് ഒരു ക്രൈസിസ് രൂപപ്പെട്ടിരിക്കുക. അനുരാഗത്തിന്റെ പശ്ചാത്തല ചിത്രം അനുരാഗത്തെ ഇല്ലാതാക്കും. NVയുടെ കവിതയിൽ കുറച്ച് കഴിയുമ്പോൾ കാമുകനെ ചുംബിക്കുന്നുണ്ട്. ചുംബനമൊക്കെ കഴിഞ്ഞിട്ട് കാമുകൻ ആലോചിക്കുന്നത്, എൻ ചുണ്ടിൽ ഒട്ടിടയ്ക്ക് ഊറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ എന്നാണ്. 30 കൊല്ലേ ആയിട്ടുള്ളൂ കേട്ടോ. പഴകിയ തരുവല്ലി മാറ്റിടാവുന്നൊക്കെ ആശാൻ അത്ര ഗദ്ഗതത്തിൽ പറഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. കടമ്പനിട്ട അപ്പോൾ എഴുതുന്നുണ്ട്, എന്താണ്, ഭാഗ്യശാലികൾ ഓമനെ ഞാൻ പറയുന്ന കഥകളിൽ മൂളുന്നതിനിടയ്ക്ക് എൻ്റെ തലയിലെ രോമങ്ങൾ ഓരോന്ന് ചിക്കി നരച്ചത് മാത്രം പിടുങ്ങുക, പേൻ നോക്കി മെല്ലെ ഇടത്തെ കരത്തിൽ പെരുവിരൽ മേലെ നഖത്തിലെടുത്ത് ഞെരിക്കുക, സാവധാനം നീ ചൊറിയൂ പുറം ചുണൽ ഓരോന്ന് കുത്തിയുടയ്ക്കൂ, ആഹാ സുഖം
ഇത് മാത്രമാണോമനെ നാം തമ്മിൽ എന്നും അറിയും സുഖം മതി. അതിൻ്റെ പിന്നാലെ ആ പ്രേമം വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു ലീനേജ്, ഒരു വംശാവലിയുണ്ട്. അനുരാഗം കൊണ്ട് ആദർശാത്മകമായ ഒരു മാനുഷികതയെ രേഖപ്പെടുത്തിയ നമ്മുടെ നവോത്ഥാന ഭാവനയിൽ നിന്ന് അനുരാഗം കൊണ്ട് ഇളകിപ്പറഞ്ഞു പോയൊരു പുതിയ കാലത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ പ്രേമം എന്നൊക്കെ എത്തുമ്പോഴേക്കും. അത് അദ്ദേഹത്തിന്റെ പരിഹാസത്തിൽ അങ്ങനെ ഒരു ഘടകമുണ്ടെന്ന് പറയാണ്. അത് കേവല പരിഹാസമല്ല. ഇണ്ടനമ്മാവന് ഇടങ്കാലിലെ ചെളി സ്വന്തം വലങ്കാല് കൊണ്ട് തുടച്ചതും, പിന്നെ ഇടങ്കാൽ കൊണ്ട് വലങ്കാൽ തുടച്ചതും, പിന്നെ വലങ്കാൽ കൊണ്ട് ഇടങ്കാൽ തുടച്ചതും എന്നിങ്ങനെ തുടർന്നു പോകുന്നു. ഒരു നിലയ്ക്ക് മനുഷ്യപ്രകൃതാണെന്ന് പറയാം, നാരായണത്തുളാന്തനാണെന്ന് പറയാം. ഒരു നിലയ്ക്ക് നമ്മുടെ കാലാണെന്ന് പറയാം. ഒരുപക്ഷെ ദുരധികാരത്തെക്കുറിച്ചുള്ള ഒരു കവിയുടെ തീരാത്ത വിഷാദം ഫലിതമായി മാറിയതാണെന്നും പറയാം. അടിയന്തരാവസ്ഥ വന്ന ദിവസം ഒ വിജയൻ വരച്ച കാർട്ടൂണിൽ ഒറ്റ വരിയുള്ളൂ, ഈശ്വര പിന്നെയും വന്നൂല്ലോ നേരം തെറ്റാത്ത തീവണ്ടി എന്നാണ്. അങ്ങനെ ആ വരവ് ഇടങ്കാലിലെ ചെളി വലങ്കാല് കൊണ്ട് തുടച്ച്, വലങ്കാലിലെ ചെളി ഇടങ്കാല് കൊണ്ട് തുടച്ച് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയായിട്ട് അത് മാറാം, അങ്ങനെയും മാറാം. അതുപോലെ ഇപ്പൊ സാഹിത്യം അദ്ദേഹത്തിന്റെ പല എഴുത്തിലും സാഹിത്യം തന്നെ ഒരു പരിഹാസ വിഷയമാണ്. ഒരു നിലയ്ക്ക് കാൽപ്പനിക വിഷാദത്തെ പരിഹസിച്ചുകൊണ്ടും മറ്റൊരു നിലയ്ക്ക് സാഹിത്യത്തെ തന്നെ പരിഹസിച്ചുകൊണ്ടും എഴുതുന്നൊരു വരിയുണ്ട്. ദുഃഖമേ നീയന്റെ കാവ്യ വിഷയമോ ചിത്രവാരപ്പതിപ്പേകുന്ന പൈസയോ. ദുഃഖം കവിതയായിട്ടാണോ അതോ കാശായിട്ടാണോ വരിക? അത്രയും വിമർശനം വൈലോപ്പിള്ളിയിലില്ല. വൈലോപ്പിള്ളിയിൽ സാഹിത്യം വിമർശിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ കുടിയൊഴിക്കൽ ശ്രദ്ധിച്ചത് കാണാം. ഞാൻ കുടിയൊഴിക്കൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളത്തിൽ മോഡേണിസ്റ്റ് ടെൻഡൻസിയിലേക്കുള്ള ആധുനികതയുടെ ആധാരങ്ങളൊക്കെ ചെതറി തകരുന്ന ഒരു സ്ഥാനമാണ് കുടിയൊഴിക്കൽ. അതിൽ സാഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മഹാകവി പോലും പെരുമ ഭാവിച്ച് ചൊറിഞ്ഞിരിപ്പു, കനിവിന്റെ കണ്ണുനീർ കലരാത്ത കലകളിലെ കവിത ഇതൊക്കെയും കപടമല്ലേ, ഇയാളൊരു വലിയ തട്ടിപ്പല്ലേ എന്ന് വൈലോപ്പിള്ളി തന്നെ ചോദിക്കുക. ചെറ്റയാം വിടൻ ഞാൻ. വിജയമാഷ അതേക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ ചെറ്റകളും എല്ലാ വിടന്മാരും തലമുടി ജീവി കാമരൂപന്മാരായിട്ട് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരാള് വന്ന് ചെറ്റയാം വിടൻ ഞാൻ. നമ്മളൊക്കെ ചെറ്റാന്ന് പറയാറുണ്ട് വേറെ ആരെങ്കിലും കുറിച്ചാണ്. അപ്പോഴാണ് ചെറ്റയാം വിടൻ ഞാൻ. ഈ സെൽഫിനെ കുറിച്ചുള്ള അത് പിന്നെ വളരെ ശക്തമായിട്ട് വരുന്നു. മർത്യബോധം എന്ന് പറയുന്നത് വിജയത്തിന് പകരം തന്നെ അയൽവക്കത്ത് അരവയർ നിറയാ പെണ്ണിന് നിറവയർ നൽകിയ മർത്യന് സ്തുതി പാടുക നാം എന്ന നിലയിലേക്ക് മാറുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ ശാസനങ്ങളെക്കുറിച്ച് മുറ്റത്ത് തുപ്പരുത്, മുണ്ടുമടക്കി കുത്തരുത്, ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിയെ മറന്നൊന്നും ചെയ്യരുത് എന്ന് ഉള്ള അകമയുള്ള തിരിച്ചടലായിട്ട് മാറുന്നു. വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നായിട്ട് മാറുന്നു. ഇണ്ടനമ്മാവനായി മാറുന്നു. കടുക്ക ഞാൻ കുടിച്ചോളാം, കടിച്ചല്ലേ പിടിച്ചല്ലേ എന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് പറയുന്നു. ഇങ്ങനെ ഈ പരിഹാസങ്ങളൊക്കെ, ഞാൻ പറയുന്ന ഈ പരിഹാസങ്ങൾ അതിരൂക്ഷമായ സാമൂഹിക നിരീക്ഷണങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്, കേവല പരിഹാസമല്ല. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് പരിഹാസ രൂപത്തിൽ സാമൂഹ്യ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, മറ്റൊരു ഭാഗത്ത് രൂപപരമായ പരീക്ഷണങ്ങളിലൂടെ ചെതറിച്ചെറിച്ച നമ്മുടെ അനുഭവ ഘടനയെ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പുതിയൊരു ഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കുന്ന കവിതയായിട്ട്, കാവ്യപ്രവർത്തനമായിട്ട് സ്വന്തം കാവ്യജീവിതത്തെ മാറ്റുക. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകളോടും നമുക്ക് വിയോജിക്കാൻ ധാരാളം ഉണ്ടാവും. അങ്ങനെ വിയോജിക്കാനുണ്ടെന്നുള്ളത് തെറ്റൊന്നുമില്ല. ആരുടെ കവിതയോടും നമുക്ക് വിയോജിക്കാൻ, ഭാവുകത്വത്തോട് വിയോജിക്കാൻ കഴിയും. ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മാറി വന്നൊരു കാലത്തിൻ്റെ മണ്ഡലത്തെ മലയാളത്തിൽ രൂപപരമായും അനുഭൂതിപരമായും ആവിഷ്കാരപരമായും ഭാഷാപരമായും കാവ്യസങ്കല്പപരമായും സ്ഥാപിച്ചെടുക്കാനും അതിനെ ഒറ്റ വഴിക്കല്ല പല വഴികളിലേക്ക് തുറക്കാനും അങ്ങനെ തമ്മിലിടയുന്ന കവിതയുടെ ഒരു അതിവിപുല ലോകത്തെ അരനൂറ്റാണ്ട് കാലം കൊണ്ട് മലയാളത്തിൽ ഉറപ്പിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരുപക്ഷെ പണിക്കർ സാറിൻ്റെ കവിത ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്ന് പറയുന്നത്. അത് ഈ പ്രമേയപരമായി നിങ്ങളൊരു കവിതയുടെ രാഷ്ട്രീയത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്തു പറഞ്ഞു എന്നതായിരിക്കും. മറിച്ച് പ്രമേയത്തിലേക്ക് എങ്ങനെ വന്നു, ഫൂക്കോ പറയുന്നൊരു കാര്യമുണ്ട്, വാട്ട് വൺ ഡസ്. ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അയാളുടെ ചെയ്തികൾ എന്ത് ചെയ്യുന്നു.
ഇത് മറ്റൊരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ നിങ്ങളുടെ ചെയ്തി എന്താണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എഴുതിയ പ്രമേയം എന്ത് എന്നത് മാത്രമല്ല, കവിതയെ സംബന്ധിച്ച് എഴുതപ്പെട്ട പ്രമേയം എന്ത് എന്നുള്ളത് മാത്രമല്ല, ആ പ്രമേയമായി തീർന്നതെങ്ങനെ, ആ പ്രമേയം ഉണ്ടായതെങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രണയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതൊരു പരിഹാസമായി മാറുന്നത് എങ്ങനെ. എന്തുകൊണ്ടാണ് ഒരു ആകാശത്തിലെ വെളുത്ത മേഘങ്ങളെ കാണുമ്പോൾ കാളിദാസൻ അത് ഐരാവതങ്ങൾ കൊമ്പൂത്തി കളിക്കുകയാണോ എന്ന് തോന്നുകയും വള്ളത്തോളിന് ഖദറിന്റെ കൊടികൾ പാറിക്കളിക്കുകയാണോ എന്ന് തോന്നുകയും ചെയ്യുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വാഴക്കൊല പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു ചേർത്ത മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്ക് എന്നൊരു കവിക്ക് തോന്നുകയും ജന്മി വെട്ടിമാറ്റിയ കൊലയാണല്ലോ എന്ന് പിന്നീട് ഒരാൾക്ക് തോന്നുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മുടി മുറിച്ചത് വഴി മാധവൻ വിപ്ലവകാരിയായി തീർന്നതും പിന്നീട് അതേ മുടി നീട്ടി വളർത്തിയിട്ട് ഹിപ്പികള് പ്രതിഷേധം ആവിഷ്കരിക്കുകയും ചെയ്തത്? അതായത് ഒരു വസ്തു, ആ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആവിഷ്കാര രീതി, ഒരു വാക്ക്, ആ വാക്ക് ചരിത്രത്തിന്റെ വിശാല പ്രതലത്തിൽ ആ വാക്കിന്റെ പ്രത്യക്ഷാർത്ഥങ്ങളെ കവിഞ്ഞു പോകും. അങ്ങനെ കവിഞ്ഞു പോകുന്ന ആ പ്രക്രിയയെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് കവിതയുടെ സാമൂഹികത, ചരിത്രപരത, രാഷ്ട്രീയം മുതലായത് മനസ്സിലാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത ആൾ ആത്മഹത്യ ചെയ്തു തരും. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, വിജയന്റെ മറ്റേ ഗസാക്കില് മുങ്ങാങ്കുഴി ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ, ചുക്കുറാവുത്തര്, എന്താ പറയുക, കിണറ്റിൻ്റെ കരക്കിരുന്ന് ഒരു പാട്ടൊക്കെ പാടി എൻ്റെ തലമുത്ത മീനെ, ചേറമ്മീനെ, എൻ്റെ പൊന്നുമോൾക്കൊരു മണികൊണ്ട് തായോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കിണറ്റിലേക്ക് കൂപ്പ് കുത്തി ജലത്തിൻ്റെ വില്ലി സുഖടുതകൾ വകഞ്ഞു മാറ്റി. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചത്, ഇങ്ങനെയാണോ ആളുടെ ആത്മഹത്യ ചെയ്യണമെന്നാണ്. വാസ്തവത്തിൽ അത് ആത്മഹത്യയല്ല, അതാ പ്രശ്നം. സാഹിത്യത്തിൽ വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യക്ഷ സൂചിതത്തിലേക്കല്ല, സൂചിതത്തിനപ്പുറത്തേക്കാണ്. ആ സൂചിതത്തിനപ്പുറം പോകുന്ന സമയത്ത് ക്രിസ്റ്റഫർ കോഡ്വെൽ പണ്ട് പറഞ്ഞൊരു വരി വളരെ പ്രധാനമാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പോയട്രി, ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി, ആൻഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ സൊസൈറ്റി. കവിതയ്ക്കകത്ത് കിടക്കാനുള്ള ആദ്യത്തെ വഴി കവിതയ്ക്ക് പുറത്ത് കിടക്കണം. അല്ലാതെ കവിതയെ കെട്ടിത്തളഞ്ഞിട്ട് ഇതാണ് കവിത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് കവിത തുടങ്ങിയ സ്ഥലമാണ്. കവിത എന്നത് ചരിത്രത്തിന്റെ, ഭാഷയുടെ വിശാല സംസ്കൃതിക്കുള്ളിലാണ്. അപ്പോൾ ഒരു വാക്ക് ചരിത്രത്തിന്റെ അങ്ങേയറ്റത്തുനിന്നായിരിക്കും പുറപ്പെടുന്നത്. വഴിയമ്പലം തേടിയെന്ന് ഖസാക്കിൽ ആദ്യത്തെ അധ്യായത്തിന് തലക്കെട്ട് വരുന്നു. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടും ഒരു ദിനം എന്ന് 500 കൊല്ലം മുമ്പ് മലയാളത്തിൽ ഒരു വാക്ക് വഴിയമ്പലത്തെ വേറൊന്നാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുകൂടി പുറപ്പെട്ട വാക്കാണ്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് തലക്കെട്ടിട്ടത് ചിന്താവിഷ്ടയായ സീത ഉള്ളതുകൊണ്ടാണ്. അതിപ്പോ അദ്ദേഹം ഓർത്തിട്ടൊന്നുണ്ടാവണമെന്നില്ല. ചിന്താവിഷ്ടം എന്ന വാക്കിന് മലയാളത്തിന്റെ അനുഭവ ചരിത്രത്തിൽ ഒരു പുതിയ അർത്ഥമണ്ഡലം വന്നു. 100 കൊല്ലം കൊണ്ട് അത് ഉറച്ചു. അതിന്റെ ബലത്തിലായി തലക്കെട്ട് വന്നത്. അല്ലാതെ ആലോചിച്ചിരിക്കുന്ന ശ്യാമള ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു വാക്ക് കാവ്യരൂപം, രൂപപരമായ പൊളിച്ചുപണിയൽ, ബിംബകൽപ്പനകൾ ഒക്കെ അതിൻ്റെ ദീർഘമായ ചരിത്രത്തിനകത്ത് വെച്ച് മനസ്സിലാക്കുക എന്നത് കവിതയുടെ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ചെതറിപ്പോയ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള തീരാത്ത വ്യാധികളുടെ നടുവിൽ നിന്നിട്ടാണ് ഈ ഉത്കണ്ഠകളെ പല രൂപത്തിൽ ആവിഷ്കരിച്ചത്. കുരുക്ഷേത്രത്തിൽ പറയുമല്ലോ, ബോധിവൃക്ഷ തണൽ പറ്റി നിൽക്കേണ്ട, ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ കാൽവരിക്കുന്നിലെ കഥ പാടേണ്ട, കാണിനേരം മനുഷ്യരാമെങ്കിൽ. അങ്ങനെ കാണിനേരം പോലും മനുഷ്യരായി തീരാൻ പറ്റാത്ത മട്ടിലുള്ള ഒരു മാനുഷികതയുടെ നടുവിൽ ഒരാൾ പെടയുന്ന പെടച്ചിൽ വാസ്തവത്തിൽ പണിക്കർ സാറിൻ്റെ കവിതകൾ, രൂപ സംവിധാനത്തിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ട്. പ്രമേയപരമായ വായനകൾക്കപ്പുറമുള്ള അത്തരം അനുഭൂതിപരവും രൂപപരവും കൂടിയായ വായനകൾ ആവശ്യമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ മുതിരുന്നത്. നമസ്കാരം.